പുനരാഗമനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥല പശ്ചാത്തലവും അതിൻ്റെ വചനങ്ങളുമാണ് കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്. മെസപ്പൊട്ടേമിയ എന്ന ബാബിലോണിയ, അതിൽ ഇസ്രായേൽ മക്കൾ ബാബിലോണിലെത്തുന്നു എന്നാണ് പറഞ്ഞത്. അതോടെ ഇന്നലത്തെ ഭാഗം തീർന്നു, സമയം കഴിഞ്ഞാലും. ഇന്നിപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം 23 നിന്ന് വായിച്ചതും വെളിപ്പാട് 18-21 നിന്ന് വായിച്ചതും എല്ലാം കൂടി ഉപസംഹരിക്കണം. പരിമിത സമയമാണ് ഉള്ളത്. ഈ ബാബിലോണിലെത്തിയ ഇസ്രായേൽ മക്കൾക്ക് 2 തരത്തിലെ ജീവിത സൗകര്യമായിരുന്നു ഉണ്ടായത്. ഒന്ന്, രാജസന്തതികളിൽ കുലീനന്മാരായ ആളുകൾക്ക് കൊട്ടാരത്തിനുള്ളിലും സാധാരണ മനുഷ്യർക്ക് അതിന് പുറത്തും. സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈ പുരോഹിതന്മാർ സാധാരണക്കാരല്ല, ലേവി. പക്ഷേ ഇവിടെ ഇപ്പം മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞങ്ങളെ പാസുമാരെ ഇപ്പം ശ്രീലങ്കൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് അവിടെ ചെന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലോ ഇടയിലിരുന്ന്. പക്ഷേ നിങ്ങളുടെ സമർത്ഥരായ ആളുകൾ, ആർക്കിടെക്ചേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട് അവിടെ നിൽക്കാൻ. ഇല്ലെങ്കിൽ ബാക്കി ആളുകളെല്ലാം അടിമകളാവും, ഊഴിയ വേലയ്ക്ക് കൊണ്ടുപോകും. ഊഴിയ വേല എന്ന പദം നമ്മൾ മലയാളത്തിൽ വായിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഭക്ഷണത്തിന്, ജോലിക്ക് പകരം ഭക്ഷണം തരും, അത്രേ ഉള്ളൂ. ഫുഡ് തരും, ജോലി ചെയ്തോണം. ഇത് ഒരുതരം അടിമത്താണ്. ഇങ്ങനെ കുറേ ആളുകളുണ്ട് അവിടെ. നമ്മുടെ എസക്കേലൊക്കെ അങ്ങനെയാണ്. എസക്കേലിനെയും കൊണ്ടുപോയതാണ് ദാനിയേലിൻ്റെ കൂടെ. എസക്കേൽ പുരോഹിതൻ കൂടിയായിരുന്നു. പക്ഷേ കൊട്ടാരത്തിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും പുരോഹിതനില്ല, ആണ്ടാന് പുറത്താണ്. അപ്പോൾ എക്സിലിക് പ്രോഫറ്റുണ്ട്, പ്രീ എക്സിലിക് പ്രോഫറ്റുണ്ട്, പോസ്റ്റ് എക്സിലിക് പ്രോഫറ്റുണ്ട്. അതായത് പ്രവാസകാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ, അതിന് മുമ്പുള്ളവർ, ജെറേമിയൊക്കെ അങ്ങനെയാണ്, പ്രവാസകാലത്ത് ജീവിച്ചവർ. ഇപ്പം പ്രവാസകാലത്തുള്ളൊരു പ്രവാചകനാണ് എസക്കേൽ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ കൊട്ടാരത്തിലല്ല. പുസ്തകം തുടങ്ങുന്നത് തന്നെ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി പ്രവാസികളുടെ ഇടയിൽ ഖേബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം ഹി ഓൾസോ ഇൻ എക്സിലിക് എക്സ്പീരിയൻസ്. അത് അദ്ദേഹം പ്രവാസത്തിന് വേറെ ക്യാപ്റ്റിവിറ്റി അല്ലേ, ക്യാപ്റ്റീവായി. ഈ പ്രവാസം എന്നതിന് നമ്മൾ കൊടുക്കുന്നൊരു അർത്ഥമല്ല ഉള്ളത്. ഇപ്പം അതിൻ്റെ അർത്ഥം മാറിയിട്ടുണ്ട്. അർത്ഥം എന്താ? നമുക്ക് പൗരത്വം ഇല്ലാത്തൊരു ദേശത്ത് ജോലിക്കായി ജീവിക്കുന്ന ഒരവസ്ഥയായിട്ട് ആ പദം മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രവാസി മലയാളി എന്നൊക്കെ ഒരു പദം നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പണ്ട് തീർത്തും അടിമത്തമാണ്. ഇപ്പോൾ ഈ കൂടെ മറ്റ് കുട്ടികളുണ്ടല്ലോ, മറ്റാളുകൾ, ഈ യഹൂദഗോത്രക്കാരായ രാജസന്തതികളെ കുലീനന്മാർ, അവരെ അകത്തെടുത്തു. കാരണം അവരുടെ ബുദ്ധിവൈഭവങ്ങൾ ആ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തണം. ഇത് പണ്ട് ഇവിടം വിട്ടുപോയ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ് വന്നിരിക്കുന്നത്. അവരെ കൽദയരുടെ ഭാഷ അഭ്യസിപ്പിച്ചു, അവരുടെ രീതികളൊക്കെ പഠിപ്പിച്ചു. ഒടുക്കം അവരുടെ ഭക്ഷണ രീതി പോലും മാറ്റിക്കളഞ്ഞു. പേര് മാറ്റി, ഭക്ഷണം മാറ്റി, അടുത്തത് ആരാധനയും മാറ്റി. പേരും ഭക്ഷണവും ആരാധനയൊക്കെ മാറ്റി. പേര് മാറ്റിയപ്പോൾ അവർ ഗൗരവത്തിലെടുത്തില്ല. ഇപ്പം നമ്മുടെ പേര് നമ്മളൊരിക്കലും നമ്മുടെ പേരിട്ട് വിളിക്കുന്നില്ലല്ലോ അല്ലേ. ജീവിതത്തിൽ ഞാൻ ഇതുവരെ എന്നെ അനിൽക്കുടത്തോട്ടൊന്നും വിളിച്ചിട്ടില്ല. ഇത്ര നാളായി. വിളിച്ചിട്ടുണ്ടോ? അവനവൻ്റെ പേര് വിളിച്ചിട്ടുണ്ടോ? നമുക്ക് വിളിക്കാനല്ല, ആർക്കെങ്കിലുമൊക്കെ വിളിക്കാൻ ആ പേര്. എത്ര നല്ല പേരിട്ടാലും നമുക്കത് വിളിക്കാൻ, നമ്മളെ വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്ത് അതിന് യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ അത് കുട്ടികൾ പോട്ടെ എന്ന് ഓർത്തു, എന്തോലോട്ട് വിളിച്ചോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഒരു പേര്. ഇത് പറഞ്ഞപ്പോഴേ ഓർക്കുന്നത്, ഈ കോവിഡിൻ്റെ കാലത്ത് വലിയ തിരക്കിനിടയിൽ ഈ
ഭായിമാരിൽ ആരാണ്ട് ഹോസ്പിറ്റലിൽ തിരക്കിനിടയിൽ ചെന്നിട്ട് അവൻ്റെ പേര് പറഞ്ഞു. കേട്ടിരിക്കുന്ന ആളിനിത് ഓർക്കാൻ പറ്റാത്ത പേരാണ് ഭായിയുടെ പേര്. ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ അറിയാം ഇമാരുടെ പേര്, ആ പഠിക്കുന്നമാരുടെ പേരുണ്ടല്ലോ. നമ്മുടെ IBCയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പേരെന്ന് പറഞ്ഞാൽ ജിൻ ജാൻ ലിയോൻ എന്നൊക്കെയാണ്. അങ്ങനെ പേര് നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളാണ്. ഈ ഹോസ്പിറ്റലിൽ പേരെഴുതാനിരുന്നവനാണ് ഈ പേര് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സാബു എന്ന് എഴുതും, നീ വേണേൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് പോകാൻ. സമയമില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് അടുത്ത പരിപാടി നോക്കണം, നിനക്ക് മരുന്ന് കിട്ടിയാൽ മതിയല്ലോ. സാബു എന്നുള്ള പേര് കേൾക്കുമ്പോൾ നീ ചെന്നോണം, ഇവിടെ നിൻ്റെ പേരെഴുതി നേരം കളയാനില്ല, അടുത്ത ആൾ വരാൻ. കേട്ടോ, പേര് കൊല്ലാപ്പ് പിടിച്ചാൽ വലിയ പാടല്ലേ. അപ്പോൾ ശദ്രക്ക്, മേശക്ക്, അഭേദ്നെഗോ ഇതെല്ലാം ദൈവങ്ങളുടെ പേരാ, അവിടുത്തെ ദേവന്മാരുടെ പേരാ. ഈ പേരൊക്കെ കിട്ടും. അപ്പോൾ അതൊരു തരം മതവൽക്കരണം ഇമ്പോസ് ചെയ്യുകയാണ്. ഒരു മതചിന്ത നമ്മളെ ഇത് അടിച്ചേൽപ്പിക്കലാണ് ആ ചെയ്തത്. അത് ഗൗനിക്കാതെ പോയ കുട്ടികൾ ഈ ഭക്ഷണത്തിൽ കൊണ്ട് കുറേ മതചിന്തകൾ. ഇപ്പോൾ ഹോട്ടലുകളെല്ലാം ഫ്രണ്ടിൽ ഹലാൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അതൊരു തരം ഇൻവിറ്റേഷനാണ്. അപ്പോൾ ലാസ്റ്റ് വലിയ വിവാദമായി, അരവണ പായസത്തിൽ ഒരു ഹലാൽ എഴുതി വെച്ചിരിക്കുകയാണ്. വലിയ പ്രശ്നം ഹിന്ദുക്കളുണ്ടാക്കി. അതൊരു ബിസിനസ്സിൻ്റെ ട്രിക്കാണ്. ജൂതന്മാരുടെ കോഷർ എന്നൊരു ഫുഡുണ്ട്. ജൂതന്മാരുടെ ഫുഡിനെ കോഷർ എന്നാണ് പറയുന്നത്. നമ്മുടെ ഒന്നും ഫുഡ് അവർ കഴിക്കില്ല. പ്രത്യേക വിധത്തിൽ അത് പ്രിപ്പയർ ചെയ്യണം. നിബന്ധനകളുണ്ട്, കന്നാലി ഇറക്കാനും ഒക്കെ. ഇതിൻ്റെ ഒരു അനുകരണമാണ് ഈ ഹലാൽ. അവരെ ഒന്ന് അനുകരിച്ചു കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കഴിക്കണമെന്നാണ് നിർബന്ധം. അപ്പോൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഈ മതപരമായ ഭക്ഷണം അടിച്ചേൽപ്പിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നിരസിച്ചു, ഭക്ഷണം വേണ്ട. പകരം അവർ ശാഖപദാർത്ഥം ജസ്റ്റ് പരിപ്പൊന്നുമല്ല, ഈ വെജിറ്റബിൾസ് കൂടുതലുള്ള നോൺ വെജ് അല്ല, അത്തരം ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഈ കുട്ടികൾ ഇതൊക്കെ കഴിച്ച്, അപ്പോൾ ഇവരുടെ വിചാരം ഈ ഭക്തൻ്റെ ആരോഗ്യം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആരോഗ്യമെന്നാണ്. ഭക്തൻ്റെ ബലം പ്രതിമാസ ശമ്പളമെന്നാണ് നാട്ടുകാരൻ വിചാരിച്ചത്. ഭക്തൻ്റെ ബലം വിദേശത്തുള്ള മക്കളുടെ സഹായമെന്നാണ്. വാസ്തവത്തിൽ ഇതൊന്നും അല്ല. ഒന്ന് ചിന്തിച്ചാണോ? ഇതൊന്നും അല്ല. നമുക്കുള്ള ആ ഇൻകവും നമ്മുടെ ജീവിതവും രണ്ട് വഴിക്കാണ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന മേഖലയും കൂടും. ഇവ തമ്മിൽ യോജിച്ചു പോവില്ല. അപ്പം നാട്ടിലൊരാൾ നമ്മളോട് ചോദിക്കുക, ഇതെങ്ങനെ നടക്കുന്ന കാര്യം? അച്ഛനെന്നാ കുഴപ്പമായി, മക്കളെല്ലാം അവിടെ അല്ലേ, ഇന്നാരൊക്കെ അവിടെ അല്ലേ, എസ്റ്റേറ്റ് കിടപ്പില്ലേ. പക്ഷേ ഭക്തൻ്റെ വഴിയായ എസ്റ്റേറ്റോ കുടുംബസ്വത്തോ മക്കൾ തരുന്നൊന്നും അല്ല. നിങ്ങളെന്നാൽ അവനോട് പറയുക ദൈവം നടത്തുക, അവന് മനസ്സിലാവത്തില്ല. പക്ഷെ നമുക്ക് പരസ്പരം മനസ്സിലാവും അല്ലേ. ഭക്തൻ്റെ വഴി അത്ഭുതങ്ങളുടെ വഴിയാണ്. അവൻ്റെ ആരോഗ്യമില്ല അങ്ങനെയാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ചീഫ് ഫിസിഷ്യൻ്റെ ഇൻ്റർഫിയറൻസ് അതിനകത്തുമുണ്ട്. അതാ സത്യം. നമുക്കൊക്കെ സംഭവിച്ച രോഗാതുരത ഈ അവസ്ഥയൊക്കെ ഓർത്താൽ ആ കഴിച്ച അവർക്ക് കൊടുത്ത നമുക്ക് തന്ന അതേ മരുന്നാണ് ഇതിലും കുറഞ്ഞവന് കൊടുത്തിട്ട് പോയി. നമ്മൾ കൂടെ നിൽക്കണമെന്ന് ദൈവത്തിന് തോന്നി. ഭക്തൻ്റെ വഴി അങ്ങനെയാണ്. ഭക്തൻ്റെ വഴി നമുക്കും അറിയില്ല, അത് തമ്പുരാനാന്നും പറഞ്ഞു തരികയില്ല. എങ്ങനെയാണ് അനുദിന ജീവിതം സന്തോഷത്തോടെ പോകുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു സുഖം. അവർ പറഞ്ഞു ഞങ്ങളൊരു 10 ദിവസം ഒന്ന് പരീക്ഷിക്കുക, അത് കഴിഞ്ഞാൽ ഞങ്ങളത് കഴിച്ചോളാം, കുഴപ്പമുണ്ടെങ്കിൽ കഴിച്ചോളാം മതിയല്ലോ. 10 ദിവസം ഇയാൾ അമ്പരന്ന് പോയി. ഈ അവസ്ഥ ഉണ്ട്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ വന്നവരുടെ ഒരു തലമുറയിൽ നിന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ രൂപപ്പെട്ടത്, ഐസക് ന്യൂട്ടൻ രൂപപ്പെട്ടത്. ഇത്രയും അടിയേറ്റു വാങ്ങിയ ജീവൽ പ്രതിസന്ധി നേരിട്ട ജനങ്ങൾക്കിടയ്ക്കുന്ന നമ്മളുടെ മൈക്കൽ ഫാരഡേ ഉണ്ടായത്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ഉണ്ടായത്, ലൂയി പാസ്റ്റർ ഉണ്ടായത്, കാൾ മാർക്സ് ഉണ്ടായത്, സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ടായത്. ഈ എന്നോടൊരു സഹോദരൻ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞു ഹരിശ്രീ കുറിക്കുന്ന കഥയൊക്കെ പറഞ്ഞു. ഞാൻ മേടെ ഈ ഹരിശ്രീ കുറിച്ചവൻ എവിടെ വരെ പോയി?
ഹരിശ്രീ കുറിച്ച് പഠിച്ചിട്ട് നോബൽ പ്രൈസ് കിട്ടിയ ഒരുത്തൻ്റെ പേര് പറയാൻ പറഞ്ഞു. സംഗതി ഗണപതായൊക്കെ ഉണ്ട്, പക്ഷേ ഇത് അങ്ങോട്ട് പോയില്ല. ഇനി റേഞ്ച് കുറവാണ്. സംഗതിക്ക് ഗണപത്തോട് അതിരില്ല. മനസ്സിലായില്ലേ? ഇതെന്തോന്ന് വെച്ചാൽ നിങ്ങൾ ഈ മനസ്സിലാക്കിയിരിക്കുന്നേ, ബൈബിൾ എഴുത്തുകാരെയും ഈ പശ്ചാത്തലമൊക്കെ എന്താണെന്നറിഞ്ഞുകൊണ്ടായി കളിക്കുന്നേ. ഇതാരാണിതല്ലേ? അത് ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ, നമ്മളിനി എന്നാ കാണിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം അത് ശാശ്വതമാണ്. നമുക്കിന്ന് വിശ്വാസത്തോടെ പറയാം, അത് തലമുറ തലമുറയോളം. ലേലുയ ലേലുയ. അത് സുരക്ഷിതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബവും എല്ലാം സുരക്ഷിതമാണേ. അഹങ്കാരം കാണിച്ചാൽ അതിൻ്റെ തല്ലുമൊക്കെ കിട്ടും അല്ലേ? നമുക്ക് കൂടുതൽ കിട്ടും. ശരിയല്ലേ? കൂടുതൽ കിട്ടുകയല്ലേ? ഒന്ന് കാണിച്ചു നോക്ക്. മറ്റുള്ളവർക്ക് കിട്ടുന്നതിലും ആദ്യ യഹൂദനും പിന്നെ യവനെന്ന് പറഞ്ഞ പോലെ ഈ കാലത്ത് നമുക്കിട്ട് ആദ്യം കൂടുതൽ തല്ലും. അങ്ങനെയാണ് ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഈ തല്ലൊക്കെയാണേ നമ്മളെ പിടിച്ചിർത്തിയേ. ഈ കുഞ്ഞുങ്ങളവിടെ 3 ദിവസം ഈ 10 ദിവസം പരീക്ഷിച്ചിട്ടും ഒരു പ്രശ്നമില്ല, അവർ ജയിച്ചു. എന്നാലൊരു കാര്യമുള്ളേ, ഇത് വേണമെങ്കിൽ ഇവർ കഴിച്ചാൽ എന്തായിരുന്നു കുഴപ്പമെന്ന് ഒരു ചോദ്യം വരാം. പക്ഷെ അത് കഴിക്കാഞ്ഞതിൻ്റെ കാരണം ഈ ഭക്ഷണം മോശമായിട്ടൊന്നുമല്ല, ശുചിത്വം ഇല്ലാഞ്ഞിട്ടുമല്ല. ഇവർക്ക് ഈ ഭക്ഷണം കിട്ടിയ പശ്ചാത്തലം, ആ നാടിനെപ്പറ്റി ഞാനൊരു ചെറിയ വിശദീകരണം തരാം. അപ്പോൾ ചിലർക്ക് തോന്നിയത് കഴിക്കേണ്ടതായെന്ന് തോന്നുന്ന വിധത്തിലെ ഭക്ഷണം അങ്ങനെയാണ്. അത് ഇതിലേക്ക് വരാം. ഇവരവിടെ ചെല്ലും മുമ്പ്, ഈ നാട് ഇവരെ വേട്ടയാടി പിടിക്കും മുമ്പ്, ആ രാജ്യം പിടിച്ചെടുത്ത മഹാനായ നെബൂഖദ്നേസർ തനിക്ക് ഒരു തലസ്ഥാന നഗരി പണി കഴിപ്പിച്ചു. ആ നാട്ടിൽ നിന്ന് ഇനി ഒരുത്തനും പുറത്തു പോകാത്ത വിധം അട്രാക്റ്റീവായിട്ടുള്ളൊരു സിറ്റി. ആ സിറ്റിക്ക് പേരിട്ടു ദ സിറ്റി ഓഫ് ബാബിലോൺ. വളരെ ഭംഗിയായിരുന്നൊരു സിറ്റി. ഈ സിറ്റി യൂഫ്രട്ടീസ് നദിയുടെ അക്കരയും ഇക്കരയുമായി വ്യാപിച്ചു കിടന്നു. 14.5 മൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ. ഒരു റൗണ്ട് ഫിഗറിൽ പറഞ്ഞാൽ ഒരു 15 എന്ന് കൂട്ടിക്കോ, 14.5 കറക്റ്റ്. സമചതുര പട്ടണം. പട്ടണത്തിൻ്റെ ഒത്ത നടുവിലൂടെ യൂഫ്രട്ടീസ് ഒഴുകുന്നു. അക്കരെ ഇക്കരയും അളവ് സമമാണ്. ഇനി ഇതിന് ചുറ്റും 84 അടി തിക്നെസ് കനം വരുന്ന 100 അടി ഉയരം വരുന്ന ഒരു പടുകൂറ്റൻ മതിൽ. ഈ മതിലിന് പുറമെയുള്ള വീതി, അതിൻ്റെ ആ മുകൾ പരപ്പ്, 2 വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാവുന്ന ഒരു ഹൈവേ പോലെയാണ്. ഇതിന് മുകളിൽ പ്രത്യേക നിലയിൽ പണി കഴിപ്പിച്ച ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരങ്ങളിൽ സുരക്ഷാ ജീവനക്കാർ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്, ശത്രുക്കൾ വരുന്നുണ്ടോ. ഒരു ബൃഹത് കോട്ട. ഈ കോട്ടയ്ക്ക് ചുറ്റും 100 വാതിലുകളുണ്ട്. ഈ 100 വാതിലുകളെ കണക്കിലെടുത്താൽ ഒരു ഭാഗത്ത് 25 വാതിൽ വെച്ച് വരും, 4 വശത്തു കൂടി. ഇപ്പം 100. ഈ 100 വാതിലുകളും കൂടാതെ ഒരു പ്രധാന പ്രവേശന കവാടമുണ്ട്. ആ പ്രധാന പ്രവേശന കവാടം ഇരുമ്പ് ഓടാമ്പൽ ചെലുത്തി താമ്രപാളികൾ അടുക്കി അടുക്കി സ്ക്രൂ ചെയ്ത് നല്ല നിലയിൽ പണി കഴിപ്പിച്ച ഒന്നാണ്. ഇത് തള്ളിയാൽ തുറക്കത്തില്ല, വലിച്ചാലും തുറക്കത്തില്ല. പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിക്കുകയോ പ്രത്യേകതരം ചക്രം കറക്കി താഴ്ത്തുകയോ ചെയ്യണം. ഭയങ്കര സുരക്ഷയാണ്. ഈ 100 വാതിലുകളിൽ 99 വാതിലും അടഞ്ഞു കിടക്കും, ഒരെണ്ണമേ തുറക്കും. അത് ഏത് വാതിലാണ് തുറക്കുന്നതെന്ന് പറയാൻ വയ്യ. ഏതുവഴിയാണ് രാജാവ് പുറത്തേക്ക് പോകുന്നത്? അത് ഏറ്റവും
സ്വകാര്യതയിൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. രാജാവ് ഇന്ന് ഇതുവഴി പുറത്തേക്ക് കിടക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും അകത്തേക്ക് വരാൻ വഴിയുന്ന ഏതാണ്? ഇത്തരത്തിലെ സുരക്ഷിതത്വമുള്ള കോട്ട. ഇനി ഈ കോട്ടയ്ക്കകത്തുനിന്ന് കടക്കണം. സന്തോഷമാണോ? നമ്മൾ മലയാളികളല്ലേ, നമ്മൾ എങ്ങനെയും കയറും ഇതിനകത്ത്, അല്ലേ? എങ്ങനെയും. യേശുവിനെ ക്രൂശിച്ച ആ തലയിൽ വെച്ച മുള്ളുണ്ട്, നമുക്കതൊന്നും ഓടിക്കാൻ പറ്റില്ല, എടുക്കാനൊന്നും പറ്റില്ല, നിയമവിരുദ്ധമാണ്. അവിടെ പോയി എന്നൊന്നും പറയാനല്ല, ഞാൻ ഈ ഒരു മുള്ള് ഒരു വിധത്തിൽ വലിച്ചു പറിച്ചെടുത്തു. അത് ഞാൻ എൻ്റെ ഒരു ഇതുകൊണ്ടല്ല, ഞാനൊരു മലയാളിയായിപ്പോയി, അതുകൊണ്ട് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇത് കയ്യെ കൊണ്ടിട്ട് ആകപ്പാടെ പോയില്ല. ഞാൻ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞൊരു വിഷയമുണ്ട്. പുള്ളി പറഞ്ഞ ആനം കണ്ട ഇതും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്നാൽ നമ്മൾ നേരെ അകത്തോട്ട് പോയി. ഇത് ഒടിച്ചതിന് നമ്മൾ അനുഭവിച്ചൊരു വേദന. അന്നേരമായി ക്രൂശീകരണം ഒരു അത്യാവശ്യം പിടികിട്ടിൻ്റെ കാഠിന്യം. ഞാനിത് നമ്മുടെ PC ചെറിയാൻ ജവാസ ചർച്ചിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ പുള്ളി പറയാ, ഞാനും ഒരെണ്ണം ഒടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മളൊരു നാട്ടുകാരും ചെറുപ്പം പോലെ അറിയുന്ന ആൾക്കാരും ചെറുപ്പം പോലെ അറിയും, അത് കുഴപ്പമില്ല. അച്ഛൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ, നമ്മൾ മലയാളിയായിപ്പോയി, നമുക്ക് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല, അല്ലേ? നമ്മൾ ഈ സ്വതസിദ്ധമായി കിടക്കുന്ന ചില പരിപാടികളുണ്ട്, അതിങ്ങ് വന്നുപോയി, അല്ലേ? ആ പോട്ടെ. അപ്പം ഞാനിപ്പോൾ ഒടിച്ചത് നിങ്ങൾക്കെല്ലാം വേണ്ടിയാണെന്നങ്ങ് ധരിച്ച് ക്ഷമിക്കുക. അപ്പോൾ ഈ സ്ഥലത്തേക്ക് വരാം. ഇവിടെ ഇതിനകത്തേക്ക് ഇറങ്ങണമെങ്കിൽ അള്ളിപ്പിടിച്ച് കയറാൻ ഒക്കത്തില്ല. ഒരു വിധത്തിൽ മോളിൽ ചെല്ലുമ്പോഴകത്ത് വേറൊരു കാര്യം, ഒരു ചെറിയ മതിലകത്ത്, തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലൊരു മതിലകത്ത്. ആ വൻമതിലും ചെറുമതിലിനും ഇടയ്ക്കൊരല്പ സ്ഥലം ഉണ്ടാവുമല്ലോ, അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കളങ്ങൾ, കള്ളികൾ എന്ന് പറയും. കള്ളികളെന്നാ പറയണ്ടേ, ഇനി സഹോദരിമാർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഇതൊരു തെക്കൻ ഭാഷയായി കള്ളികളെന്നുള്ളത്. അപ്പോൾ ഞാനതങ്ങ് മനസ്സിലാകാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊന്നും ഓർക്കരുത്, നിങ്ങളെ ആരെയല്ല ഉദ്ദേശിച്ചത്, ഈ കളങ്ങൾ. അപ്പോൾ ഇതിലേക്ക് യൂബ്രട്ടീസിലെ വെള്ളം ചക്രം ചവിട്ടി പമ്പ് ചെയ്ത് നിറച്ചിരിക്കുന്ന കിടങ്ങ, അതിലൊക്കെ മുതലകളാണ്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു പയ്യൻ ചോദിക്കുക, അപ്പം നമ്മൾ വീണാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അല്ലേ? വല്ലോ മിച്ചം കിട്ടുവാണെ കൊണ്ട് പ്രാർത്ഥിച്ച് ആ സെല്ലിലോട്ട് വെച്ചാൽ മതി, മുതല തരുന്നതിൻ്റെ ബാക്കി, അല്ലേ? പ്രത്യേകിച്ച് എന്തോ ചെയ്യാനിരിക്കുന്നു, ഒന്നും ചെയ്യേണ്ടി വരികയില്ല. അപ്പോൾ ഇതിനകത്തോട്ട് പോക്ക് നടക്കുകയില്ല, അത്ര സ്ട്രിക്റ്റാണ്. ജാഗരൂകരായി നടക്കുന്ന ബാബിലോന്യ പട്ടാളം. കുറഞ്ഞ പക്ഷേ നമ്മൾ പാലക്കാടുള്ള സുൽത്താൻ്റെ കോട്ടയെങ്കിലും കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ഹൈദരാബാദിലൊക്കെ ഉണ്ട് നല്ല കോട്ടകൾ, അതൊക്കെ കണ്ടാൽ മനസ്സിലാകും ഇതിൻ്റെ ഒരു ഏകദേശ രൂപം എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ അന്നത്തെ നിർമ്മിതിയൊക്കെ ഭയങ്കരമാണ്. മുകളിൽ നിന്നൊരു സിഗ്നൽ കൊടുത്താൽ അതിൻ്റെ എക്കോ അങ്ങേ ഭാഗത്ത് അടിച്ചിട്ട് തിരിച്ചിപ്പുറത്ത് കിട്ടത്തക്ക വിധത്തിലൊക്കെ ഉള്ള സംവിധാനമായി. സിഗ്നൽ, അപകട സിഗ്നൽ കൊടുത്താൽ അപ്പോഴേ പട്ടാളം ജാഗരൂകമാകും. ഇതിപ്പോൾ റഡാറൊക്കെ വെച്ച് കണ്ടുപിടിക്കുന്ന പരിപാടി അന്നത്തെ മനുഷ്യൻ ഈ രൂപത്തിലൊക്കെയാ പറഞ്ഞത്. ഈ സുരക്ഷിതത്വമുള്ള കോട്ടയ്ക്കകത്ത് കിടക്കാൻ ഇനിയിപ്പോൾ ഒരു വഴിയുള്ളൂ. നമ്മൾ ഈ നേരെയുള്ള വഴി അങ്ങ് പോകണം. ഇത് തുറക്കുമ്പോൾ നേരെയുള്ള വഴിയെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്താൽ ഒരു പ്രത്യേകത കാണാം. രണ്ടു വശത്തും നല്ല തണൽ മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ, നല്ല കുളിർമയുള്ളൊരു അന്തരീക്ഷമാണ് ഈ മരുഭൂമിയിൽ. ഇങ്ങനെ നേരെ ഒരു വഴി പോകുമ്പോൾ തിരികെ ഇങ്ങനെ 25 റോഡുകൾ, ഇങ്ങനെ 25 റോഡുകൾ. അപ്പോൾ എല്ലാം സമചതുരമാണ് ഇതിനകത്തെ സംഭവങ്ങൾ. ഇതെല്ലാം തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരി, ഇങ്ങനെയുള്ള ഭയങ്കര പ്ലാനിങ്ങാണ് ഈ പട്ടണം. ഇതിനകത്താണ് രാജാവ് തൻ്റെ മഹത്വത്തിൻ്റെ പ്രതാപത്തിനായി ഉണ്ടാക്കിയ ഈ ബാബിലോണിലാണ് ഒരു ബൃഹത്തായ മട്ടുപ്പാവ് 450 ഉയരം ഒരു മല പ്ലാൻ ചെയ്തെടുത്തിരിക്കുക, അരിഞ്ഞ് 450 ഉയരത്തിൽ നിൽക്കുന്ന ഈ മട്ടുപ്പാവെ
ഈ മതിലിന് പുറമേ നിന്ന് നോക്കുന്നവർക്കും കാണാം തല ഉയർത്തി നിൽക്കുന്നത്. അപ്പം തൊട്ടടുത്താണെന്ന് തോന്നും. എവിടെ നോക്കിയാലും തൊട്ടടുത്താണ്. ഇതിലേക്ക് 10 അടി വീതിയുള്ള ചുറ്റുകോവണിയാണ്. യൂഫ്രട്ടീസിലെ വെള്ളം പല തട്ടുകളിലൂടെ കയറ്റി മുകളിലെത്തിക്കും. അവിടെ നിന്ന് ജലധാരകൾ, ആയിരക്കണക്കിന് അടിമകൾ പണിയെടുക്കുക. എന്നിട്ടാണ് ഇതിനെ പറയുന്നത്, ബാബിലോണിലെ ആധുനിക ചരിത്രമൊക്കെ വിളിക്കുന്നത് ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോണിയ. ബാബിലോണിലെ സഞ്ചരിക്കുന്ന തൂക്കുവനം. സഞ്ചരിക്കുന്നു പറയാൻ കാരണം ഇവിടെ നിന്നാൽ ഇവിടെയാണെന്ന് തോന്നും, അവിടെ ചെന്നാൽ അവിടെയാണെന്ന് തോന്നും, തൊട്ടടുത്ത. പക്ഷെ ദൂരം ഒത്തിരിയുണ്ട്. നേരെയുള്ള വഴിയെ കുറേ പോകുമ്പോൾ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ്. അക്കരയ്ക്കര കടക്കാനൊരു പാലം. പാലം തുടങ്ങുന്ന ഇടത്തൊരു ഗോപുരം, തീരുന്ന ഇടത്തും ഒരു ഗോപുരം. 2 ഗോപുരങ്ങളിൽ കണക്ട് ചെയ്തിരിക്കുക. ഈ ഗോപുരത്തിൻ്റെ കൈവരികൾ താമര നിർമ്മിതമാണ്, മിനുക്കി ഭംഗിയാക്കിയിരിക്കുക. പ്രഭാത സൂര്യൻ്റെ കിരണമൊക്കെ ഇങ്ങോട്ട് അടിച്ചാൽ ഇത് മുഴുവൻ സ്വർണ്ണമയമാണ്. വൈകുന്നേരം എത്തുമ്പോൾ ചെങ്കതിരവൻ്റെ കിരണങ്ങൾ അത് തങ്ക നിറത്തിലിങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഈ നഗരത്തെ വിളിച്ചു സ്വർണ്ണനഗരം. അത്ര ഭംഗിയാണ്. വൈദ്യുതി ഒന്നും കണ്ടുപിടിക്കാത്ത പഴയ കാലത്ത് എങ്ങനെയാണ് ഒരു നഗരം ഇങ്ങനെ അലങ്കരിച്ച് നിർത്തുന്നതുള്ള അത്ഭുതമായിരുന്നു. കൂടാതെ ഈ പാലത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. ഒരു 90 ഡിഗ്രി ആംഗിളിൽ താഴേക്ക് തുറക്കുന്ന പടിക്കെട്ടുകൾ. ഇറങ്ങി താഴെ ചെല്ലുമ്പോഴാണ് മറ്റൊരു കാഴ്ച, നദിക്കടിയിലൂടെ ഒരു തുരങ്കം. തുരങ്കമെന്ന് കേട്ടപ്പോൾ ശ്വാസം മുട്ടാൻ വരട്ടെ. ഇതിനകത്ത് പില്ലറുകളൊക്കെ ഉണ്ട്. ഒരു 10,000 പേർക്കെങ്കിലും ഇരിക്കാൻ പാകത്തിനുള്ള സൗകര്യം. നീളത്തിൽ കിടക്കുന്ന നദിക്കടിയിലൂടെ മുകളിൽ കൂടി സ്വച്ഛന്തം ഒഴുകുന്ന യൂഫ്രട്ടീസ്. ഈ ഇതിനകത്തൊരർത്ഥവൃത്താകൃതിയായ സ്റ്റേജ്. അവിടെ പാട്ടുപാടുന്ന സ്ത്രീ പുരുഷന്മാർ, സംഗീതോപകരണങ്ങൾ വിട്ടുന്ന ആളുകൾ, വീഞ്ഞ് നിറച്ചു വച്ച പലതരം മദ്യങ്ങൾ നിറച്ചു വച്ച കുപ്പികൾ, വറുത്ത മാംസത്തുണ്ടുകൾ, പലതരം ആഹാരപദാർത്ഥങ്ങൾ. ഇതൊക്കെ പാട്ടുപാടി ഈ അർത്ഥനഗ്നരായ സ്ത്രീ പുരുഷന്മാർ നൃത്തം ചെയ്ത് അവിടെ വന്നിരിക്കുന്ന ആൾക്ക് കൊണ്ട് കൊടുക്കും. ഇതാ ശദ്രക്ക് മേശക്ക് അഭേദനവന് കൊടുത്തത്. കുട്ടികളെന്തോ പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളാണ് എന്തോ പറഞ്ഞേനെ. പ്രൈസ് ദ ലോർഡ്. വീട്ടുകാരെ എന്തിനാ പറയുന്നത്? നമ്മളാണല്ലോ അറിയാതെ പോയാൽ. ദൈവം അവനെ മാനിച്ചേനിപ്പം ഞാൻ വല്ലതും പറയാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ. എൻ്റെ മോൻ ഇവിടെ കിടന്ന് ഒത്തിരി നിന്നെ അനുഭവിച്ചതാണ്. കുമ്പനാട് കിടന്നേ. അതിന് ദൈവം അവനെ എവിടെ വിട്ടു? നമുക്ക് ദിവസം അങ്ങോട്ട്. പക്ഷേ ഈ പിള്ളേർ കൃപയുള്ളവരായിരുന്നു. ഭക്ഷണം മോശമാണെന്നോ സ്വീകരണം മോശമാണെന്നല്ലെന്നേ, ഈ ഭക്ഷണം വന്ന വഴി അഭിഷേകം കേട്ടോ. ഇതിനപ്പുറത്ത് മാറി. മാർഡൂക്ക് എന്ന് പറഞ്ഞൊരു ദേവനുണ്ട് അവരുടെ, മദ്യത്തിൻ്റെ ദേവനാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ മദ്യത്തിൻ്റെ ഒരു മന്ത്രിയാണെങ്കിൽ അവിടെ ഒരു ദേവനാണ്. വ്യത്യാസം അതാ. മാർഡൂക്ക്. ഈ മാർഡൂക്കിൻ്റെ ഒരു നഗ്നപ്രതിമ എങ്ങനെ വച്ചിട്ടുണ്ട്, അപ്പുറത്ത് മാറി ഒരു സ്ത്രീയുടെ നഗ്നപ്രതിമ തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് വീനസ് എന്ന് പറയും. വീനസ് മദ്യദേവതയാണ്, വേറെ പല പേരിൽ അറിയപ്പെടും. ഈ ചക്കിലാട്ടിയെടുക്കുന്ന വൈൻ നിവേദ്യമായി ഇവരുടെ ശിരസിൽ അർപ്പിച്ച് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് ഈ തളത്തിൽ വന്ന് കെട്ടിക്കിടന്ന് പുളിച്ച് വീര്യമുറ്റ മദ്യമായി മാറും. ഇത് ക്യാനുകളിൽ ശേഖരിച്ച് തുരുത്തിയിൽ പകർന്ന് ഭക്ഷിക്കാൻ ഇവിടേക്ക് കൊടുക്കും. ഇതുപോലെ ബാൽദേവൻ്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച കാളയുടെ തോലുരിഞ്ഞു മാറ്റി അതിനെ കണ്ടം കണ്ടമായി നുറുക്കി നിവേദ്യമായി അർപ്പിച്ച ഭക്ഷണമാണ് പാകപ്പെടുത്തി ഇവിടേക്ക് കഴിക്കാൻ കൊടുത്തുവിടുന്നത്. ഒരു യഹൂദനെക്കൊണ്ട് വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പിച്ച് അവൻ്റെ പ്രാഗൽഭ്യം കളയാനുള്ള ശത്രുവിൻ്റെ തന്ത്രം ഈ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ കിടന്നു.
ചിലപ്പോഴൊക്കെ നമ്മളെ കരുത്തനാക്കാൻ ദൈവം എലീമിലെ 7 ദിവസത്തെ പ്രാർത്ഥനയുടെ സ്ഥലത്തേക്കാൾ ഉപയോഗിക്കുന്നത് നെബൂഖദ്നേസറിൻ്റെ കോട്ടയായിരിക്കും. നമ്മൾ അവിടെ കിടന്ന് കരുത്തരാകുന്നു, ശക്തരാകുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരല്പം പ്രതിസന്ധി കൂടെ കടന്നുപോയൊരു കാലമായിരുന്നു. ചില കേസും പ്രശ്നമൊക്കെ നമുക്കറിയാമല്ലോ, ഡിബേറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ട്. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചു. അമേരിക്കന്നാണ്. പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ദോഷത്തിന് എത്രയോ മനുഷ്യരെ പേര് ഉപയോഗിക്കുന്നു, ഇപ്പോൾ ഗുണത്തിന് ഉപയോഗിക്കാം. നമ്മുടെ രാജഗോപാല പാസ്റ്ററുടെ അളിയനാണ്. റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, മോശമല്ല ഞാൻ പറയുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്തദാസനെ അദ്ദേഹത്തെ ഈ ബൈബിളുമായിട്ട് സൗദിയിൽ വെച്ച് പിടിച്ചു. ഇതെല്ലാം അങ്ങോട്ട് കീറി ഒരു മല പോലെയാക്കി ബൈബിളിൽ ഓരോ പേജ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ധൈര്യശാലിയൊന്നും അല്ല ജന്മന. ലൈറ്റർ തന്നിട്ട് പറയാം കത്തിക്കാൻ. അദ്ദേഹം പറഞ്ഞു, നോ, കൊന്നോളാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറയാം, ഈ ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് എനിക്കൊരു പിടിയില്ല. ബോധം വീണ് 2 ദിവസം കഴിഞ്ഞ് അടി, ജയിലിൽ കിടന്നു. പക്ഷെ ജയിൽ എന്നെ കരുത്തനാക്കി മാറ്റി. ഹല്ലേലൂയ. ഇന്നും അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു. ഒരു അത്ഭുതം പറഞ്ഞു, ഈ ക്രിമിനൽ സീല് വീണ ഈ പാസ്പോർട്ട് കൊണ്ടാണ് അമേരിക്കൻ എംബസി ചെല്ലുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഒരു വിശ്വാസിയാണ്. ഇതെന്താ കാര്യം ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ വിസ അടിച്ചു കൊടുത്തു. അതുകൊണ്ട് ലോകം വിലക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി ആരെയൊക്കെ ഒരുക്കും. ചിലപ്പോൾ നമ്മളെ കരുത്തരാക്കുന്ന സ്ഥലം ഈ 7 ദിവസത്തെ പ്രാർത്ഥന അല്ല കേട്ടോ, ഈ ക്ലാസ് ആയിരിക്കില്ല, ഈ 3 ദിവസത്തെ പ്രാർത്ഥന ആയിരിക്കില്ല. അതും കരുത്തി തരാം. പക്ഷെ കൂടുതൽ കരുത്ത് തരാൻ നമ്മളെ കൊണ്ട് പ്രവാസത്തിലിടും. നമുക്ക് ഈ പ്രവാസങ്ങളെ അംഗീകരിക്കാനൊരു മനസ്സ് വേണം. എസക്കേലും കരുത്തനായത് പ്രവാസത്തിൽ വന്നപ്പോഴാണ്. യെരുശലേം ദേവാലയത്തിൽ ധൂപം കാട്ടുന്ന പിതാവിൻ്റെ മകനായി പുരോഹിത കുലത്തിൽ ജനിച്ചു വളർന്നവൻ അവിടെ കാണാത്തൊരു കാഴ്ചയാ. പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കാഴ്ച യെരുശലേം ദേവാലയത്തിലല്ല, അത് സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ തെരുവീതിയിൽ കാണാം. സ്വർഗം തുറക്കപ്പെടുന്നത് അത്തരം പ്രതിസന്ധികളുടെ മുമ്പിലാണ്. അവിടെ ഒരു ആൻസർ കിട്ടിയാൽ, ഏറ് കിട്ടിയാൽ പോലും നമ്മൾ അറിയത്തില്ലെന്നേ. സ്തോത്രം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, ഈ പീഡകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ തകർന്നു പോവും. നമ്മുടെ സ്വതസിദ്ധമായൊരു ജീവിതം കണക്കൂട്ടിയാൽ തകരാം. പേടിയുടെ ആവശ്യമില്ല. എന്താണെന്നറിയണ്ടേ? നമ്മുടെ കഴിവുകൊണ്ടല്ല അന്നേരം ജയിക്കുന്നത്. തമ്പുരാൻ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ. ഹല്ലേലൂയ. അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ എന്തും അനുഭവിക്കാനുള്ള ഒരു ധൈര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ വിധ പകരും. നമ്മൾ ഒറ്റക്കല്ല, കർത്താവ് കൂടെ ഉള്ളത്. ഏത് ഇരുട്ടുമുറിയിലിട്ട് ഭക്തനെ പീഡിപ്പിക്കുമ്പോഴും കർത്താവ് കൂടെ ഉണ്ട്, ദൈവം കൂടെ ഉണ്ട്. ഭർത്താവിനെയും 2 മക്കളെയും കൊല വിളിച്ച് അവരെ വെട്ടിക്കൊന്നിട്ടാണ് കത്തിക്കുന്നത്. ഞാനത് അറിയുന്നത് എപ്പോഴാണെന്നറിയോ? ബഹുമാനപ്പെട്ട PG കുരിശങ്കൾ ഞങ്ങൾക്കൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഒരു ഉച്ച വരെ പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകത, സ്റ്റെയിൻസ് മരിച്ചിട്ട് 25 ദിവസമായി, 25 വർഷമായി. ഞങ്ങൾ ഈ കഥ പറഞ്ഞപ്പോൾ അതൊരു ലൈവ് ചെയ്തു മോനെ. അപ്പം അത് ഇത് പറഞ്ഞു, ഈ വിശീലനം പറഞ്ഞപ്പോൾ ഇവരെ ഈ അപ്പൻ്റെ കണ്ടത്തിലേക്ക് കത്തി കുത്തി ഇറക്കി ഇങ്ങനെ വലിക്കുമ്പോൾ മക്കൾ ചാടി വിടുന്നത് കാണുക. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിൾ അങ്ങനെയല്ല, കത്തിക്കായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, മരണം ഉറപ്പാക്കിയിട്ട് ജഡമാണ് കത്തിക്കുന്നത്, കുഞ്ഞുങ്ങളെ ജീവനോടെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കും ഒക്കെ മരിച്ച എസ്തേറും ഗ്ലാഡീസ് ആൻറ്റിക്കും എങ്ങനെ സഹിക്കാൻ പറ്റിയേ? അതാ ദൈവകൃപ. നമുക്ക് മാത്രമുള്ളതാണെന്നേ. പ്രതികാരത്തിൻ്റെ നേരിയ ബോധം പോലും ഇല്ലാതെ കർത്താവിൻ്റെ കാരുണ്യം കൊടുക്കാൻ പറ്റുന്നത് ലോകത്ത് നമുക്ക് മാത്രമാണ്. അത് നമുക്കെങ്ങനെ കിട്ടിയേ? നമ്മുടെ പൈതൃകം, അത് കാൽവരിയിൽ നിന്ന് കിട്ടിയ പൈതൃക ബോധമാണ്. ഹല്ലേലൂയ. ആ കാൽവരിയിലെ രക്തം ശിരാനരമ്പുകളിൽ ഓടുന്ന നമുക്ക് മാത്രമുള്ള ധീരത സഹനത്തിൻ്റെ കൃപയാണ്. സഹിക്കാനും അതിജീവിക്കാനുള്ള കൃപയാണ്. അത് നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. അപ്പം ഞാൻ പറയാം, നമ്മുടെ ഒരു 1000 പേര് കൂടുന്നൊരു യോഗം, ഒരു 4 കുടിയന്മാർ കയറി ആലമ്പും. ഈ 4 പേരെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലായിട്ടാണോ? PAP പിള്ളേരെ നോക്കിയാ അതെന്താ ചെയ്യാത്ത? അമ്മമാർ പറയും, നമ്മൾ പറയും, കുഞ്ഞവിടെ ഇരുന്ന് വരുന്നോ, ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റിയാൽ രക്ഷിച്ചാൽ മതി അല്ലേ? കാരണം ഇങ്ങനെ വന്നവരൊക്കെ നമുക്ക് പിന്നെ ലാഭമായിട്ടുണ്ട്. കാരണം അതിൽ ഒരുത്തനേലും നമുക്ക് തരും കർത്താവ് അല്ലേ? പശ്ചാത്താപ വിവശനായിട്ട് നമ്മുടെ കൈക്ക് മുമ്പിൽ വരും സ്നാനപ്പെടാൻ.
ഹല്ലേലൂയ. അപ്പം ഇത് കരുത്തില്ലാത്തതുകൊണ്ടുള്ള കഴിവുകേടല്ലിത്, ക്രിസ്തു നിമിത്തമുള്ള അതിജീവിക്കാനുള്ള കൃപ ഭക്തന് തന്നിട്ടുള്ള ദാനമാണ്. ആമേൻ. അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അടുത്തൊരു ഘട്ടമാണ്, രാജാവ് സ്വപ്നം കാണുന്നു. ആ സ്വപ്നം ദാനിയേൽ വിശദീകരിക്കുന്നു. ഇതെല്ലാം കണ്ടു. അതിനിടയിൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവ് ഒരു സ്വപ്നമൊക്കെ കാണുന്നു. ആകാശത്തോളം എത്തുന്ന വൃക്ഷത്തിൻ്റെ ദർശനം. ഇതും ദാനിയേൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കുമ്പോൾ ദാനിയേൽ എന്താ പറയുന്നത്? തിരുമനസ് ഒരു വലിയ മനുഷ്യനായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു അഹങ്കാരം കയറും, ഒരു ബോധക്കേടൊക്കെ വരും, അല്ലേ? ഈ ദാനിയേലിൻ്റെ രീതി ഭയങ്കര രസകരമാണ്. ഉത്കൃഷ്ടമാനസൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. നല്ല മലയാള പ്രയോഗം. അതുകൊണ്ട് ഈ ദാനിയേൽ പ്രവചിക്കുമ്പോൾ ഒരു ശൈലി സ്വീകരിക്കും. വെട്ടും കുത്തും നശിപ്പിക്കും പോടാ വാടാന്നൊന്നും അല്ല. നമ്മുടെ ആശാരിവീശിയൊക്കെ പണ്ട് പറഞ്ഞത് അതൊക്കെ നിയോഗം കേട്ടോ. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞല്ല, ഞാൻ അദ്ദേഹത്തെ പറയാൻ ആളുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗമാണ് കർത്താവ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇത്ര എതിർപ്പുണ്ടെങ്കിൽ 100 കണക്കിന് വരെ ആ മനുഷ്യൻ സ്നാനപ്പെടുത്തി. നിയോഗമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. നമുക്ക് നിയോഗം വേണം. പക്ഷെ ദാനിയേലിന് നിയോഗം എന്തെന്നറിയണ്ടേ? എടാ പോടാന്നൊന്നുമല്ല. രാജാവിനോട് പറയുക, തിരുമനസ്സേ ദീർഘായുസായിരിക്കട്ടെ. സന്തോഷമായി രാജാവിനും. പക്ഷേ പറയുക, പക്ഷേ ഒരു 7 കൊല്ലം പുല്ല് തിന്നും. പിന്നെ എന്തിനാ ദീർഘായുസ്? ഞാനത് പറയാറുണ്ട്. ഈ പുല്ല് തിന്നുക എന്ന ഒരു മനോരോഗം കേട്ടോ, അങ്ങനെ വന്നതാണ്. കന്നാലിയായി എന്ന് പുള്ളിക്ക് തന്നെ തോന്നി. എനിക്കൊന്നും പുള്ളി പണ്ടേ കന്നാലി, ആ ബോധം വന്നിട്ട് 7 കൊല്ലം ആയുള്ളെന്നാ തോന്നുന്നു. 7 കൊല്ലം പുള്ളി തിരിച്ചറിഞ്ഞ് കന്നാലിയായിട്ട്. അപ്പോൾ നമ്മളാരും ഈ നെബൂഖദ്നേസറിനെ കാണാൻ ചെന്നാൽ സഹോദരി വന്നിട്ട് പറയും, അച്ഛനെ കാടി കുടിച്ചുകൊണ്ടിരിക്കുക, അവിടെ ഇരിക്കുക, ഞാനിപ്പോൾ പിണ്ണാക്ക് കലക്കിയിട്ട് വരുന്നേ ഉള്ളൂ. എന്തോ വേണ്ടേ? ഈ അവസ്ഥ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അതിനാ ഈ പറഞ്ഞേ. ഇയാളെ കളയാനൊക്കുമോ ഉൾക്കൊള്ളാനൊക്കുമോ? അതുകൊണ്ട് ഞാൻ സാറിന് പറയാറുണ്ട്, രാവിലെ ഇന്ത്യൻ സമയം 7:30 7:30 ചിക്കനും ചപ്പാത്തിയും കഴിച്ച് നെബൂഖദ്നേസറിനെ ഡിന്നറിന് വൈകിട്ട് 7 മണിക്ക് ഇരിക്കുമ്പോൾ പുല്ല് തീറ്റിച്ചൊരു ദൈവം അല്ലേ? എത്ര നേരം വരത്തുള്ളൂ? 12 മണിക്കൂറുണ്ട് പുല്ല് തിന്നും. നമ്മുടെ ദൈവം ആരാണല്ലേ? സ്തോത്രം. ഈ രാജ്യത്ത് സുവിശേഷകർക്കെതിരെ നിയമം പാസ്സാക്കിയ രാജ്യങ്ങളുണ്ട്, സ്റ്റേറ്റുകളുണ്ട്. തൊട്ടടുത്ത സ്റ്റേറ്റിലൊക്കെ ഇതായിരുന്നു സ്ഥിതി. പക്ഷേ ഇന്ന് എന്തിയേ? തലമുറ പോലും ഇല്ലാതായി. അവിടെ ഒന്നും ഇല്ല. കാരണം നമുക്ക് ആരും ഇല്ലെങ്കിൽ തമ്പുരാൻ ഇടപെടും. ഹല്ലേലൂയ. ദൈവം ഇടപെടും. സ്തോത്രം. അത് വർഷങ്ങളായുള്ള നമ്മുടെ പ്രാർത്ഥനയായിരുന്നേ. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. രാഷ്ട്രീയക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ച്? നമ്മളാരെയും വിളിച്ചിട്ടൊന്നുമല്ല. ദൈവം അയക്കുന്ന അവനെ. എന്തു പറ്റിയെന്ന് ഇപ്പോഴാണ് നമ്മുടെ വിലയൊക്കെ മനസ്സിലായത്. കൊടി പിടിച്ചിട്ടല്ല ക്രൈസ്തവ സഭ വളർന്നത്. പ്രതിഷേധ സമരം നടത്തിയിട്ടല്ല. ഹല്ലേലൂയ. നമ്മുടെ ഒരു ദിവസനെ വിട്ട് തല്ലി, മെഡിക്കൽ കോളേജിൻ്റെ വിട്ട്. അപ്പോൾ അവിടത്തുള്ള എല്ലാ സഭകളും ചേർന്നൊരു പ്രതിഷേധം. ഞാൻ പ്രതിഷേധ യോഗം വേണ്ട, നമുക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുക എന്നുള്ള. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വിശദീകരണ യോഗം. പ്രതിഷേധം എന്നുള്ള പദം നമുക്കെന്താ പ്രതിഷേധം? ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ നിന്നേക്കല്ലേ. പക്ഷേ 10 വരെ കിട്ടും. വൻ പോലീസ് എന്നാകുക. നമ്മളവിടെ പോയി, ഞാനുണ്ട്, ഫിലിപ്പ് സാറുണ്ട്, ഫിലിപ്പി തോമസ്, നമ്മുടെ PA മാത്യു സാറുണ്ട്. പ്രസംഗിക്കാൻ പാവപ്പെട്ട നമ്മളെ വിളിച്ചേ. അവിടെ പോലീസ് ഗ്രൗണ്ടിലാണ്. ഭയങ്കര ആൾ. ആ വീഡിയോ കിടപ്പുണ്ട്, അതിനകത്ത് കണ്ടാൽ മനസ്സിലാവും. വളരെ കൃത്യമായിട്ട് ഇത്തരം വിഷയങ്ങളിലുള്ള നമ്മുടെ നിലപാട് കൃത്യം പറഞ്ഞു. കൃത്യം നിലപാട് പറഞ്ഞു. അവർ കേട്ടുകൊണ്ടിരിക്കുക. കയ്യെ ചെറുത് കിട്ടിയ സഹോദരന്മാരൊക്കെ ഉണ്ട്. അച്ചടക്കത്തോടെ കേട്ടിരുന്നു. എന്തിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ഈ രാജ്യത്ത്? അത് പറയാം. പക്ഷെ പ്രതിഷേധമൊന്നും ഇല്ലെന്നേ, തിരിച്ചടിക്കുന്ന മാർഗമൊന്നുമല്ലെന്നേ. ആണോ? ഒരിക്കലും. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം പോയി ക്രിസ്ത്യാനിറ്റിയുടെ. അതിൻ്റെ വിലയും മഹിമയും ഒക്കെ പോകുന്നേ ആ പ്രചരണം കൊണ്ട്, ആ രീതി കൊണ്ടേ. നമുക്കറിയാം, പാവങ്ങളായ നിരപരാധികളായ ചില ദിവാസന്മാർ വർഷങ്ങൾക്കപ്പുറത്ത് ജയിലിലടക്കപ്പെട്ടു ഈ നാട്ടിൽ. നിങ്ങൾക്കറിയാം. ഇതിൻ്റെ പിന്നിലൊക്കെ കളിച്ച രാഷ്ട്രീയക്കാരുണ്ട്. ഞങ്ങളൊരു കാര്യം പലപ്പോഴും പറയും, ഒരുത്തൻ്റെ മണ്ഡലമേ പോയി കളഞ്ഞു. അങ്ങനൊരു മണ്ഡലം ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇല്ല. ഞങ്ങളൊക്കെ അത് എഴുതിയതാണ്, ഇഷ്ടംപോലെ കാര്യങ്ങൾ എഴുതിയാണ്. പണ്ട് വായിച്ചിട്ടുള്ളവർക്കറിയാം. ആ മണ്ഡലം വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇതെങ്ങനെ പോയി എന്നൊരു പിടിയില്ല. ചില പണിയൊക്കെ ദൈവം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അതിൻ്റെ പരിപാടി, നമ്മൾ ചിന്തിക്കുന്നതല്ല അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഹല്ലേലൂയ.
അങ്ങനെ കുറേ പേരുണ്ട്, കുറേ ആളുകളുണ്ട് സമൂഹത്തിൽ. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവമാണ് വാദിക്കുന്നത് അല്ലേ? അല്ല രാഷ്ട്രീയക്കാരൊന്നുമല്ല. രാഷ്ട്രീയക്കാർ പറയട്ടെ, അത് സാമൂഹ്യ ബന്ധത്തിനപ്പുറത്തൊന്നും അതിന് കാര്യമില്ല. അപ്പോൾ ഇവിടെ ദാനിയേൽ ഇതെല്ലാം പ്രവചിച്ചു. ഇതിന് ശേഷം അയാളുടെ പേരക്കിടാവ് വരുന്ന കാര്യം അടുത്ത് ഭരണാധികാരിയായിട്ട്. ആ പേരക്കിടാവാണ് ബേൽശസ്സർ, മകനല്ല. ഈ മകനെന്ന് പറയുമ്പം ഇടയ്ക്കൊരാളൊക്കെ ഉണ്ട്. നബോണിഡസ് ഉണ്ട്, നെബോപൊളേസറുണ്ട്, നെബുക്കദ്നേസറുണ്ട്, ഇപ്പോൾ വന്ന ബേൽശസ്സറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തിനാണ് ഈ മകനെന്ന് പറയുന്നത് ചോദിച്ചാൽ, ഈ നോട്ടബിളായിട്ടൊരു കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ചരിത്രം അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുകയില്ല. പിടികിട്ടിയോ? ചരിത്രം ശ്രദ്ധിക്കണം, അതിലൊരു ഇടപെടൽ നടത്തണമെന്ന്. അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കുകയുള്ളൂ. അല്ല ചുമ്മാ നിന്ന ഒരുത്തിനെ ശ്രദ്ധിക്കുകയില്ല, ആദ്യം ഇതും പറഞ്ഞ് ആരും ശ്രദ്ധിക്കുകയില്ല. ചരിത്രത്തിൽ ഇടപെടൽ നടത്തണം. അപ്പോൾ അങ്ങനെ ഇടപെട്ട ഒരാളാണ് ഈ ബേൽശസ്സർ. ബേൽശസ്സർ 5-ാമത്തെ എത്തുമ്പോഴേക്കും തകരുകയാണ്. ആ രാജ്യമേ തകർന്നു പോവുക. രാജ്യം തകരുന്നതും ഒരു നിഗളമായിരുന്നു. നമ്മൾ ആലോചിച്ച അത് ഈ അഹന്തയും നിഗളവും മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ രാജ്യത്വം കയ്യിൽ കിട്ടിയാൽ ചിലർ അത് ദുരുപയോഗം ചെയ്താൽ വരാൻ പോകുന്ന ഒരു പ്രശ്നമായി കണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടത്, അയാൾക്ക് തോന്നി തൊട്ടടുത്ത് കിടക്കുന്ന ഇറാനൊന്ന് ആക്രമിച്ച് പിടിക്കണം. പേർഷ്യയ്ക്ക് ഇറാൻ എന്ന് പേര് വിളിക്കുന്നത്. ഇറാൻ നമ്മൾ വിളിക്കുന്ന രാജ്യമാണ് പേർഷ്യ. പാർസികൾ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഈ പാർസികൾ പൊതുവെ മാന്യന്മാരാണ് മൊത്തത്തിലെടുത്താൽ. ഇന്ത്യയിൽ തന്നെ പാർസികൾ ഒത്തിരി ഉണ്ട്, നല്ല ബിസിനസ്മാൻമാരാണ്. നമ്മുടെ രത്തൻ ടാറ്റയൊക്കെ പാർസിയാണ്. മുംബൈയിലുമൊക്കെ വലിയ നല്ല മനുഷ്യരാണ്. എന്നാൽ ഇവർ ഏകദൈവ വിശ്വാസികളാണ് പാർസികൾ. അവരുടെ ദൈവത്തിൻ്റെ പേരാണ് അഹൂരമസ്ത. ചുരുക്കപ്പേരാണ് അഹുര. ഈ അഹുര എന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ ഉച്ചരിച്ച് അസുര എന്നാക്കി. ഒറ്റവാക്കി പറയാം, നമ്മുടെ നാട്ടിൽ ദൈവങ്ങളായി കണ്ടവരൊക്കെ പേർഷ്യക്കാർക്ക് പിശാചുക്കളാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ പിശാചുക്കളായി കണ്ടവരൊക്കെ അവിടെ ദൈവങ്ങളാണ്. രാവണനൊക്കെ അവിടെ പൂജിക്കപ്പെടും. ദൈവങ്ങളല്ലെങ്കിലും വലിയ മാന്യമായ സ്ഥാനമാണ്. അഹുരയാണ് അസുര. ഇവിടെ അസുരൻ ദേവൻ എന്നൊക്കെ പറയുന്ന സംഭവം അവിടുത്തെ കാര്യം തല തിരിഞ്ഞ് കിടക്കുന്നതാണ്. കണ്ടോ, ബൗണ്ടറി കിടക്കുമ്പോഴേക്ക് കളി മാറുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച്. ഇന്ത്യയുടെ അതിർത്തി കിടന്ന് നമ്മൾ ഇറാനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ദൈവം മാറി. ഇവിടെ വരെ ശാസിച്ചുകൊണ്ടിരുന്ന പുള്ളി അവിടെ ചെല്ലുമ്പോൾ ഡീസൻ്റായി. അവിടെ നിക്കര കയറി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഓർത്ത്, ദൈവങ്ങളിങ്ങനായാൽ നമ്മളെന്തോ ചെയ്യുന്നത്? ഈ അതിർത്തി നോക്കി സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു അഹൂരമസ്ത ഏക ദൈവമാണ്. പിശാചുണ്ട്. ഇവർ പൊതുവെ മാന്യന്മാരാണ്. അപ്പോൾ ഈ രാജ്യത്തെ കയറി ആക്രമിക്കാൻ പദ്ധതി ഇട്ടു. ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ, ഇത് അന്ന് അവിടെ ഭരിക്കുന്ന ആളിൻ്റെ പേരാ സൈറസ്, അല്ലെങ്കിൽ കോരസ്. മലയാളത്തിലെ കോരസ്. മലയാളത്തിലെ കോരസ് പറഞ്ഞാൽ മലയാളം കുറേ കൂടെ ശരി. മൂലഭാഷയോട് നീതി പുലർത്തിയത് ഇംഗ്ലീഷല്ല, മലയാളമാണെന്ന് പലർക്കും അറിയില്ല. സംശയണ്ട. യേശു തൻ്റെ അരുമശിഷ്യനായ പത്രോസിനെ വിളിച്ചത് പത്രോസ് ഏതാണ്? കേഫാന്നൊക്കെയാണ്, അല്ല പീറ്റർ എന്നല്ല. മാത്യു എന്നല്ല യേശു വിളിച്ചത്, മത്തായി എന്നാണ്. നമ്മളും അങ്ങനെ വിളിക്കുന്നത്. ഉച്ചാരണം കറക്റ്റേതാ ആളുകളുടെ പേരുമൊക്കെ. കർത്താവിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് വിളിക്കണ്ടേ? യഹോഷ്വ മശിഹ. യഹോഷ്വ. അത് നമ്മൾ യേശുവും ചുരുക്കി പറയുന്നത്. ജീസസ് അല്ല ശരി, പിന്നെ യഹോഷ്വ. ഓക്കെ. അതായത് യഹോവ വിരുദ്ധരായ മനുഷ്യരുണ്ട്. യഹോവ എന്തോ കൊളരുതാത്ത ആളാ, കൊല്ലും, ഭയങ്കര പഴയ നിയമം വായിച്ചാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞൊരു പാഠമുണ്ടല്ലോ ഇപ്പം. അവർ യേശു എന്നും പറയുന്നത്. കാരണം എന്താ? യഹോഷ്വ, യാഹ്വേ, യാഷ്വ. അതാണ് ജീസസ്. യാഹ്വേ, യാഷ്വ. ജീസസ് സോറി യാഹ്വേ സേവ്സ്. രക്ഷകനായ, രക്ഷിക്കുന്നവനായ ദൈവം. അതാണ് യഹോഷ്വ. ആ യഹോഷ്വയുടെ ഉച്ചാരണം ഏതാണ്ട് ശരിയാക്കി പറയുന്ന മലയാളികളായ നമ്മളാ യേശു. ഇത് സായിപ്പിന് പിടിയിട്ടില്ല. സായിപ്പിന് വഴങ്ങാത്ത കുറേ അക്ഷരങ്ങളൊക്കെ ഉണ്ട്. അതിന് അവനിട്ട പേരാ ജീസസ് എന്നാണ്. നമ്മൾ ഈ നല്ല ദൈവരൂപമൊക്കെ വരുമ്പോൾ യേശു എന്നുള്ള വിട്ടേച്ച് ഓ ജീസസ് എന്നാക്കും.
ശരിയല്ലേ? യേശു എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിമാൻഡ് കുറഞ്ഞ പോലെ പൗലോസാ ശരി, പത്രോസാ ശരി, മത്തായിയാ ശരി, ദാവീദെന്നാ ശരി, ഡേവിഡല്ല. തെറ്റാന്നല്ല, മൂലഭാഷയോട് തൊട്ട് നിൽക്കുന്നത്. കാരണം എന്താ? സായിപ്പ് 1500-കളിലാണ് ഈ കിതാബൊക്കെ കാണാൻ തുടങ്ങിയേ. മനസ്സിലായില്ല? 500 കൊല്ലമേ ഉള്ളൂ മലയാളി കാണാൻ തുടങ്ങി. എന്നാണെന്നറിയണ്ടേ? ചരിത്രം പഠിക്കണം. ഓർത്തപ്പോൾ പറഞ്ഞ 2-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് ഈജിപ്തിൽ നിന്ന് ഒരു സഞ്ചാരി വന്നു. യൂസേബീസ് എഴുതുക, ചരിത്രകാരൻ എഴുതുക. ആ സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ പേര് പാൻറ്റിനസ് എന്നായിരുന്നു. മലയാളത്തിൽ വേണേൽ പന്തിനാസ് എന്ന് പറയാം. പന്തിനാസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കോപ്റ്റിക് ബൈബിളുണ്ട്, ഈജിപ്ഷ്യൻ ബൈബിൾ. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ ഇവിടുത്തെ ഒരു കാഴ്ച കണ്ട് പുള്ളി തിരിച്ചു എന്ന് ഡയറിയിൽ എഴുതി, കുരുമുളകിൻ്റെ നാട് ഞാൻ സന്ദർശിക്കവേ മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ വായിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടു. കുരുമുളകിൻ്റെ ദേശം മനസ്സിലായോ? ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. നമ്മുടെ നാട്ടിൽ വന്നപ്പം മത്തായിയുടെ സുവിശേഷം എഴുതിയ ഭാഷയിൽ വായിക്കുന്നവരെ ഞാനവിടെ കണ്ടു. അപ്പോൾ നമുക്കെത്ര ആളുമ്പോഴുള്ള ട്രഡീഷനുണ്ട് മലയാളിക്ക്? സായിപ്പ് ജനിക്കുന്നതിൻ്റെ കാലങ്ങൾക്കപ്പുറത്ത് 2-ാം നൂറ്റാണ്ട് മുതലുണ്ട്. അതിനുമ്പേ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ തെളിവായി പറഞ്ഞു. യൗസേബീസ് രേഖയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. പോട്ടെ, അപ്പോൾ നമ്മളാ തീർന്നു നിൽക്കുന്നത് അല്ലേ? വിഷയം വിട്ടു പോയതല്ല. ഒരു ക്ലാസ് ആകുമ്പോൾ പലവിധ കാര്യങ്ങൾ വരുന്ന. അപ്പോൾ ഈ സ്ഥലത്ത് വാർത്തിരുന്ന സൈറസ് രാജാവ് മനസ്സിലാക്കി, ഇതാണ്ട് എന്നെ അടിക്കാൻ വരുന്നു, എൻ്റെ രാജ്യം അവൻ ആക്രമിക്കാൻ വന്നാൽ തോറ്റുപോകുമെന്നും ഇദ്ദേഹത്തിന് മനസ്സിലായി. തോൽവി ഉറപ്പിച്ചു. കാരണം അതിനുള്ള ശക്തിയില്ല, ആയുധശക്തി, അംഗബലം, അന്നത്തെ ജീവിതത്തിലുള്ള ആധുനിക സംവിധാനങ്ങളെല്ലാമുള്ള ഇറാഖ് എന്ന ബാബിലോണിയ ആക്രമിക്കാൻ വന്നാൽ ഇയാൾ തോറ്റുപോകും. തോൽവി ഉറപ്പിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു യുദ്ധത്തിൽ തോൽവി ഉറപ്പിച്ചാൽ എന്ത് ചെയ്യണമെന്ന്? കീഴടങ്ങണം. പിന്നെ അറിയത്തില്ല, സന്ധി, അതെല്ലാം ഏതാണ്ട് ഒരുപോലെ അല്ലേ? ഇതൊന്നും അല്ലാത്തൊരു വഴിയുണ്ട്, ഓടി രക്ഷപ്പെടണം. ആ മോള് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. അതിന് വിവരമുണ്ട്, അതിന് ബോധമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു അത് ഓടി രക്ഷപ്പെടണമെന്ന്. അത് നിന്ന് തല്ലുകൊള്ളുന്നതിലും നല്ലതല്ലേ? അതല്ലേ ശരി? നിന്ന് തല്ലുകൊണ്ടു എന്ന് പറഞ്ഞാൽ എത്രയോ ഭേദം ഓടി രക്ഷപ്പെട്ടെന്ന്. ഞാനിവിടെ വരുമ്പോൾ ആദ്യം വണ്ടി തിരിച്ചിടാനാണ് നോക്കുന്നത്. കൺവെൻഷൻ നിന്ന് ആദ്യം അവർ പറയും ഇവിടെ ഇവിടെ. എനിക്ക് അറിയാം ഇത് ഓടിടണമെന്നൊക്കെ. മനസ്സിലായില്ലേ? അതിനാ ദൈവം നമുക്ക് മൊബൈലിൽ തന്നേക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ നമ്മളീ പ്രസംഗം കഴിഞ്ഞ് കയറിയിട്ട് വീട്ടിൽ വന്ന് ഇവനെ വിളിച്ചേച്ച് പറയണം, എടാ ദൈവമക്കളോട് കളിക്കരുത്. കളിച്ചാൽ നമ്മളിഞ്ഞ് പോരുമെന്ന് വീട്ടിൽ, നമ്മളവിടെ ബാക്കി കാണത്തില്ല. അതേ ഉള്ളൂ. ബുദ്ധി ശിശുക്കളാകരുത്. അവിടെ നിന്ന് ഇത് കൊള്ളേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇതൊന്നും ആരും പറഞ്ഞു തരികയില്ല, നിങ്ങളുടെ സ്നേഹം കൊണ്ട് പറഞ്ഞാ. നിന്ന് കൊള്ളുന്നതിൽ നല്ലതെന്താ? വീട്ടിൽ പൊക്കോണം. വീട്ടിൽ വന്ന് ശാസിക്കുവോ വലസിക്കുവോ ഒക്കെ ആകാമല്ലോ, ഇല്ലേ? വീട്ടിൽ വന്നത് ശാസിക്കുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യാൻ. പോട്ടെ, നിന്ന് കൊള്ളേണ്ട കാര്യമൊന്നുമില്ല, പോട്ടെ. അപ്പോൾ കോരേശിന് മനസ്സിലായി അടി വരുന്നു. പക്ഷേ കോരേശ് അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചില്ല. കോരേശ് ഒരു പുതിയ തന്ത്രം. അവനിങ്ങോട്ട് വരും മുമ്പ് ഞാൻ ഈ ഇരമ്പിക്കയറി പരമാവധി നാശനഷ്ടം വരുത്തി പൊരുതി മരിക്കുമെന്ന്. അതിനുള്ള തീരുമാനമൊക്കെ എടുത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കെ ഒരു വയോവൃദ്ധൻ കാണാൻ വന്നിരിക്കുന്നു. മുഖം കാണിച്ചപ്പോൾ തൻ്റെ അമ്മാവിയപ്പനാണ് വന്നിരിക്കുന്നത്. അയാളുടെ പേര് നിങ്ങൾക്കറിയാം, മെഥനായ ദാര്യാവേശ്. ഈ ദാര്യാവേശ് അടുത്ത രാജ്യത്തിലെ ചക്രവർത്തിയാണ്. ഈ ചക്രവർത്തി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് യോജിക്കുന്നൊരു പദമൊന്നുമല്ല. ചരിത്രം വലിയ പിടിയില്ലാത്തവരാ ഈ ചക്രവർത്തി എന്നൊക്കെ വിളിക്കുന്നത്. കേരളത്തിൽ പണ്ട് പെരുമ്പടപ്പ് സ്വരൂപം എന്നൊക്കെ പഠിക്കും. ചക്രവർത്തി ഇവിടെ നിന്ന് തിരിയാനിടയില്ലാത്ത കേരളത്തിലൂടെ ചക്രവർത്തി ഉണ്ടാകുന്നത്. നല്ലൊരു കുതിരയ്ക്ക് ഓടാനുള്ള സ്ഥലമില്ല. ഇതൊരു 5-10 പഞ്ചായത്ത് ഭരിച്ചവനൊക്കെയാണ് ഈ ചക്രവർത്തി. അല്ല, ചക്രവർത്തി ഒന്നുമില്ല. ഉണ്ട് വലിയ സാമ്രാജ്യത്തിനാ ബ്രിട്ടീഷ് രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ടെന്നേ.
ഇത് ചെറിയ നാട്ടുരാജ്യം. തിരുവല്ല ഭരിച്ചു, എഴുമറ്റൂർ ഭരിച്ചു, ഒക്കെ രാജാക്കന്മാർ, നാടുവാഴി. അതിന് മീതെ ഉള്ളതാണ് ചക്രവർത്തി. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ക്ഷമിക്കണം, പണ്ടത്തെ ഈ നാട്ടുരാജാവെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു സെൻട്രൽ ഭാഷ പവർ പോലും ഇല്ല. പിണങ്ങരുത്, സെൻട്രൽ ഭാഷമാരുണ്ടേ. നമുക്കാച്ചാൽ അധികാരം കാര്യത്തോടടുത്താ. മറ്റേ പുള്ളി ദയാദാക്ഷിണ്യത്തിന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദയാദാക്ഷിണ്യത്തിൽ ജീവിച്ചു പോവാ. അതായിരുന്നു സത്യം, അല്ലേ? പോട്ടെ. അപ്പോൾ ഇവിടം ഭരിച്ച ദാര്യാവേശം എന്ന ചക്രവർത്തി ഇനി അങ്ങനെ കിടക്കട്ടെ, നമ്മളായിട്ട് കുറയ്ക്കണ്ട. ഇയാൾ വന്ന് പറഞ്ഞു, മോനെ നീ യുദ്ധത്തിന് പോകുന്നത് കേട്ടു. 87 അടി കനമുള്ളവൻ്റെ കോട്ടയെപ്പറ്റി അറിയാമോ? 100 അടി ഉയരം, 14 മൈൽ നീളം, 14 മൈൽ വീതി, ഒരു ഈച്ചയ്ക്കും കടക്കാനാവാത്ത സുരക്ഷിതത്വം. അറിയാലോ പ്രഭോ, ഞാൻ മരണം ഉറപ്പിച്ചാ പോകുന്നത്. പരമാവധി ദ്രോഹം ചെയ്ത് പൊരുതി മരിക്കും. ഇത്രയും കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നീ മരിക്കത്തൊന്നുമില്ല, നീയേ ജയിക്കൂ, ജയം നമ്മുടെയാ. അതെന്താ കാര്യം? നിനക്കൊപ്പം ഞാനും എൻ്റെ സേനയും വരും. അസോസിയേറ്റ് ചെയ്തൊരു യുദ്ധമാണ്. അത് നമ്മൾ മീഡോ പേർഷ്യ എന്ന് പിന്നെ പറയും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പ്രഭു പഴയ യുദ്ധതന്ത്രമൊന്നുമല്ല ഇപ്പം, അങ്ങ് കൂടെ വരണ്ട, അതൊരു പ്രശ്നമാണ്. പകരം അങ്ങ് ഈ രാജ്യം നോക്കണം, അങ്ങയുടെ മകൾ, കുഞ്ഞുങ്ങൾ, പ്രജകൾ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഈ വയോവൃദ്ധനെ പറ്റി എന്താ ധരിച്ചേ? ഈ അപ്പൻ ആരാന്നാ ധരിച്ചേ? ഒരു പക്ഷിക്കും അകത്ത് പറന്നു കിടക്കാൻ കഴിയാത്ത സുരക്ഷിതത്വമുള്ളവൻ്റെ കോട്ടക്കകം പിടിച്ചെടുക്കാൻ ഞാനൊരു രഹസ്യ വഴി കണ്ടുപിടിച്ചു. വേഷം മാറിയ എൻ്റെ സൈനികർ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ആയുധം വച്ച് കെട്ടി സുഗന്ധവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികളുടെ വേഷത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞു. കച്ചവടം പൊടിപിടിക്കുക. ഒരു വിസിൽ മുടങ്ങേണ്ട താമസം അടിയങ്ങ് തുടങ്ങും. ഇയാൾ അമ്പരന്ന് പോയി. കണ്ടോ, കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് കഴിക്കണം. മനസ്സിലായോ? പുതിയ ആളിന് പകലന്മാരോട് ഞാൻ പറഞ്ഞ, മൂന്നാമതൊന്നാളിനോട് ഞാൻ പറഞ്ഞേ. മറ്റാളത് കേട്ടിട്ട് കേൾക്കാതിരിക്കുക. പോട്ടെ, മോനെ കല്യാണം കഴിക്കുകയാണ് ഇതുപോലുള്ള വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന്. അമ്മായിപ്പനെ കണ്ടോ? നമുക്കൊക്കെ ഓരോ അമ്മായിപ്പന്മാർ. ഈ അളിയൻ എന്നൊരു മലയാള പദമുണ്ടല്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ കണ്ട് ഏത് കേരളപാണി ആ പദം കണ്ടുപിടിച്ചത്. പോട്ടെ, സഹോദരന്മാർക്ക് ഇപ്പോഴൊരു സന്തോഷമായതല്ലേ? വരട്ടെ, അങ്ങോട്ട് വരട്ടെ. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഈ മനുഷ്യൻ അമ്മായിയപ്പനും മരുമോനും തമ്മിലൊരു ടൈയപ്പ്. അപ്പനെക്കുറിച്ച് ഓർത്ത് അമ്പരന്ന് ബുദ്ധി. എന്താ സംഭവം എന്നറിയണ്ടേ? യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഉത്ഭവസ്ഥാനത്ത് ചിറകെട്ടി വെള്ളം ഗതി തിരിച്ചു വിട്ടു. ഉണങ്ങിയ നിലമുണ്ടാക്കി 2.5 മാസം കൊണ്ട്. ഈ 2 വഴി കിട്ടി, താഴേന്ന് മുകളിൽ നിന്നും. ഇതുവഴി ആളകത്തേക്ക് കയറി പടയാളികൾ സുഗന്ധവസ്തുക്കൾ വിൽക്കുന്ന രൂപത്തിൽ. ബൈബിളിൽ നിന്നൂടെ തെളിവ് തരാം, വായിക്കണ്ട. യെശയ്യാവ് പ്രവചിക്കുക ഇതിന് നാളുകൾക്ക് മുമ്പ്. നീ ചെന്ന് കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക. 21 അധ്യായത്തിലാണ്. 21 അധ്യായം യെശയ്യാവിൽ പറയുക, തെക്ക് നിന്ന് ചുഴലിക്കാറ്റ് വരും പോലെ അത് വരുന്നു. മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം, തെക്ക് നിന്ന് ചുഴലിക്കാറ്റ് വരും പോലെ അത് വരുന്നു. അങ്ങനെ വരുമ്പോൾ നീ ചെന്ന് കാവൽക്കാരനെ നിർത്തണം. ഈരണ്ടീരണ്ടായി വരുന്ന ഒട്ടകപ്പടയെ, കുതിരപ്പടയെ, കഴുതപ്പടയെ കാണുമ്പോൾ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഈ ബേൽശസ്സർ തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്കൊരു വിരുന്നൊരുക്കിയ രാത്രിയിൽ ഇവരുടെ സേന ഇങ്ങനെ വന്നു. കോരസിൻ്റെ സേന നേരെയും ചെന്നു, 3 വളഞ്ഞു.
അന്നാണ് ബോധമില്ലാതെ മദ്യപിച്ച് മതോന്മത്തനായി രാജാവ് അടിച്ചു കോൺ തെറ്റി കിടക്കുന്നത്. അന്നേ 100 കതകും ഇദ്ദേഹം ചെല്ലുമ്പോൾ തുറന്നു കിടക്കുന്നു. 100 കതക് നോക്കണം. ഒരിക്കലും തുറക്കാത്ത പ്രധാന കവാടമടക്കം തുറന്നു കിടക്കുന്നു. മന്ത്രി പറഞ്ഞ അകത്തോട്ട് പോലേ, നമ്മളെ അകത്ത് കയറ്റി പൂട്ടും. അദ്ദേഹം പറഞ്ഞതേ, ജയമുറപ്പിച്ചു വന്നല്ല ഞാൻ, പൊരുതി മരിക്കണം. ധൈര്യമുള്ളവർക്ക് വരാം. അങ്ങോട്ട് കടക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന കുറേ യഹൂദ റബിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേ ഇവിടെ അയച്ചത് ദൈവമാണ്. അവർ തന്നെക്കുറിച്ചുള്ള ഭാഗം ബൈബിളിലുള്ളത് വായിച്ച് കേൾപ്പിച്ചെന്ന്. നീ ഒരു ദിവസം ഇതുവഴി വരുമെന്നും അകപ്പെട്ടുപോയ ഞങ്ങളെ രക്ഷിച്ച് സ്വസ്ഥാനത്തെത്തിക്കുമെന്നും നീ ജനിക്കും മുമ്പ് നിന്നെക്കുറിച്ച് എഴുതി വച്ച ഒരു ഗ്രന്ഥച്ചുരുള് കയ്യിലുണ്ട്, കേട്ടോളാൻ പറഞ്ഞു. വായിച്ചോ അതൊന്ന്. യെശയ്യാ 45:1 മുതൽ വായിക്കാം. ആ ആ ആ ആ യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശ് എന്ന് പേർ വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല. 120ഓളം കൊല്ലം മുമ്പ് യെശയ്യാ സൈറസ് എന്ന് പേർ വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല. ബൈബിളിലെ ദൈവം നമ്മൾ ജനിക്കും മുമ്പ് നമ്മുടെ ഡീറ്റെയിൽ എല്ലാം എടുത്തു വച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു ഗ്രന്ഥവും ലോകത്ത് ഒരുത്തരും കാണിക്കാനാവില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ശ്രേഷ്ഠത. രാജ്യം ഭരിക്കാനിരിക്കുന്നവൻ്റെ പേര് അഡ്വാൻസ് ആയിട്ട് വിളിച്ചിട്ട് അവൻ്റെ കുതിരപ്പടയുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് ഈ പുസ്തകം. ഇതുപോലെ അലക്സാണ്ടറെ കുറിച്ചൊക്കെ ഉണ്ട്. എന്നിട്ടേ യഹോവ തൻ്റെ അഭിഷിക്തനായ സൈറസിനോട് അരുളി ചെയ്യുന്നത്, നീ രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കും, കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും. ആ കതക് മനസ്സിലായോ? അടുത്ത വാക്യം കൂടെ വായിച്ചു. ആ ആ ആ ആ കേൾക്ക്. ഞാൻ നിനക്ക് മുമ്പേ കടന്നു ചെല്ലും, താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയും. താമ്രവാതിൽ മനസ്സിലായോ? ഇരുമ്പോടാമ്പല് മനസ്സിലായോ? ആ ഇത് നിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ തകർക്കുന്നു. ഒരിക്കലും തുറക്കാൻ കഴിയാത്ത വിധം നിഗൂഢതകളിലൂടെ സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ഇത്തരം പൂട്ടുകൾ തകർത്ത്, ഇത്തരം സകല തടസ്സങ്ങളും തകർത്ത്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിക്കും. ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിലെ ദൈവം എല്ലാം മുൻകൂട്ടി ചെയ്തു വെച്ചിരിക്കുക. താഴെയുള്ള വാക്യമൊക്കെ വെച്ചിരിക്കാൻ നേരെ ഒത്തിരി വേണം. അതെന്താണെന്നറിയണ്ടേ? ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന യഹോവ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി എൻ്റെ വൃതനായ യാക്കോബ് നിമിത്തം തരും. അപ്പോൾ ദൈവം ഈ കോരശിനെ മുൻകൂട്ടി കണ്ടു. ഒത്തിരി നീട്ടണില്ല. അതിന് മുമ്പ് ഒരു പണി ചെയ്തു. പോസ്റ്റർ എഴുതി വെച്ചു, ഇന്ന് രാത്രി നിന്നെ തട്ടും. കണ്ടോ ദൈവത്തിൻ്റെ പരിപാടി? കണ്ടോ? ചുവരെടുത്ത് കിടത്തി. അല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതിനെ പുറകിലൂടെ വന്ന് തല്ലിക്കൊന്നേച്ച് പോവില്ല. ഗുണ്ടാപ്പണിയൊന്നുമല്ല. മുൻകൂട്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തോണം, ഒരുങ്ങിക്കോണം, റെഡിയായിരുന്നു കൊള്ളണം. ഇത്രയും കരുത്തുറ്റ രാജാവിനെ ഭയപ്പെടുത്തിയത് ഈ വചനമാണ്. നിന്റെ രാജ്യത്വം നോക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഏപ്പാടി. ഇത് യെശയ്യാവ് എഴുതി 21. നോവ് കിട്ടിയുടെ സ്ത്രീയുടെ വേദന എന്ന വണ്ണം എൻ്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. ഈ ബേൽശസ്സർ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുക. നീട്ടണില്ല. അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു.
ആ സാമ്രാജ്യം വീണു. കേട്ടല്ലോ, ഞാനിന്ന് പ്രസംഗിക്കുന്ന രാത്രി വരെ അത് പണിതിട്ടില്ല. ഹല്ലേലൂയ. എന്നാലേ ഇന്നിപ്പോൾ ഈ സ്ഥലം കാണാൻ ചെല്ലണം. അപ്പം നമുക്ക് പോവാം. നമ്മുടെ ഈ പാസ്പോർട്ട് കൊണ്ട് നേരെ പോകാൻ പറ്റില്ല. ദുബൈയിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അങ്ങോട്ട് പോവാം. കുവൈറ്റിലുമൊക്കെ ചെന്നാൽ പോകാനൊരു വഴിയൊക്കെ ഉണ്ട്. യസീദികൾ എന്നറിയപ്പെടുന്ന കുർദുകളുമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെ ക്രൈസ്തവർ കൂടുതലാണ്. സാമൂഹ്യ സേവനത്തിനൊക്കെ ആയിട്ട് അവിടെ ആളുകൾ പോകുന്നുണ്ട്, നമ്മുടെ ആളുകൾ പോകുന്നുണ്ട്. അവിടെ ചെല്ലാം. അവിടെ ചെന്നാൽ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ, 2 പോലീസുകാർ, നമ്മുടെ ചിങ്ങവനത്ത് റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞല്ലേ, അധികം ആളും പേരും ഒന്നും ഇല്ലാതെ ഉറക്കം തോന്നി റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇതിനോട് സിറ്റി ഓഫ് ബാബിലോൺ, പഴയ ബാബിലോണാണ്. ട്രെയിനിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഗൈഡ് വരും കൊണ്ടുപോകാൻ. നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാണ്. വണ്ടിയിൽ കയറി ഈ സ്ഥലമെല്ലാം കാണിക്കാൻ കൊണ്ടുപോവാം. ഗൈഡ് ഓരോ സ്ഥലത്തോട് ഇല്ലു പറയും, ഗ്ലാസ് താഴ്ത്തിയിടണം. പല കാര്യങ്ങളുണ്ട്. പണ്ട് ദാനിയേലിനെ ഇട്ട സിംഹക്കുഴി, തീച്ചൂള, വിവിധ പീഡിത സ്ഥലങ്ങൾ, ഇതിൻ്റെ കല്ലുകൾ ചിതറിത്തെറിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ച താൻ ഇപ്പോഴും ഉണ്ടവിടെ. പ്രവചനത്തിൻ്റെ കരുത്ത് മനസ്സിലായോ? അമ്പുരാൻ അടിച്ച് നട്ടല് മാത്രമല്ല, രാജ്യങ്ങളടിച്ച് തകർത്ത് കളഞ്ഞ് ഇനി നമ്മളെ അത്ഭുതം ഇരട്ടിക്കുന്ന ഒരു വചനം കൂടെ വായിക്കണം. യെശയ്യാ 13:19 മുതൽ ഒന്ന് വായിച്ചോളൂ. ആ ആ രാജ്യങ്ങളുടെ പ്രശംസയും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ, രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ, ദൈവം നിന്നെ സോദോംഗമേറയെ മറിച്ചു കളഞ്ഞ പോലെ കളയും. അതിൽ കുടിപ്പാർപ്പുണ്ടാകില്ല ഇനി. പിന്നെ അത് 20-ാം വാക്യല്ലേ? അത് നോട്ട് ചെയ്തു. അറബിക്കാരൻ കൂടാരം അടിക്കയില്ല. പിന്നെ മരുമൃഗങ്ങൾ അവിടെ കിടക്കും. ഓക്കെ, ഈ മരുമൃഗങ്ങൾ അവിടെ കിടക്കുമെന്ന് ഒരാൾ വായിച്ചു, മരുമകൾ അവിടെ കിടക്കുമെന്ന്. ബൈബിൾ തെറ്റിക്കരുത്. ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു എങ്ങനെ വായിക്കുന്നു. മരുമൃഗങ്ങൾ അവിടെ വസിക്കും. പിന്നെ ഇവൻ്റെ വീടുമൊക്കെ പറയാനുണ്ട്. ആ പണ്ടത്തെ വീട് ഞാൻ പറഞ്ഞില്ലേ, മട്ടുപ്പാവുമൊക്കെ ഉള്ള, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ട്? ആര് നിറയുമെന്ന്? മൂങ്ങാ നിറയും, ഒട്ടകപ്പക്ഷികൾ അവിടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല പരിപാടി, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ. മതി ഇന്ന് എന്നാൽ ഇതെല്ലാം കാണാം. ഒരു സമയം കഴിയുമ്പോഴേക്ക് ഗൈഡ് പറയും, നിങ്ങൾ പെട്ടെന്ന് കയറണം, അവിടെ സൂക്ഷിക്കണം, ഇവിടെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കാരണം ഇവിടെ എല്ലാം കുറുകന്മാരാ, അവിടെ മുഴുവൻ ചെന്നായ്ക്കളാണ്. ഒരു അല്പം ഇരുട്ടിക്കഴിയുമ്പോഴേക്ക് ഒരു ശവത്തെ പുതപ്പിച്ച വെള്ളത്തുണി പോലെ മഞ്ഞ് വന്ന് മൂടിയിട്ട് ആരെയും കാണാൻ പറ്റില്ല. കൂമനകത്തിരുന്ന് മൂളുന്ന വല്ലാത്ത ശബ്ദം, ഭയജനകമായ അന്തരീക്ഷം. ഈ ഡിജിറ്റൽ യുഗത്തിൽ അവിടെ ചെന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ബൈബിൾ എന്താ പറഞ്ഞേ? ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികൾ ഓലിയിടും. അത് അറബിക്കാരൻ കൂടാരം അടിക്കില്ല. ഇടയന്മാർ ആടുകളെ കിടത്തുകയില്ല. ഭയം ജനിപ്പിക്കുന്ന സ്ഥലമായി ശൂന്യമായിട്ട് അവിടെ കിടക്കും. കേട്ടല്ലോ? അപ്പോൾ ഇവിടെ ഒന്ന് പണിയാൻ ആഗ്രഹിച്ച ആളാണ് സദ്ദാം. പണിയാൻ ആഗ്രഹിച്ച് 100 വിദഗ്ധരായ എൻജിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്തെടുത്തു, 3 മലയാളി അടക്കം. എൻ്റെ കയ്യിൽ എൻ്റെ പേപ്പർ കട്ടൊക്കെ ഉണ്ട് വാർത്തയുടെ. നടന്നില്ല. പണമില്ലാഞ്ഞിട്ടല്ല. അന്ന് അമേരിക്ക സദ്ദാമിനെ പിന്തുണയ്ക്കുന്ന കാലമാണ്. $1 ആസ്തി, അമേരിക്കയുടെ പിന്തുണ, ഏകാധിപതി, സമ്പത്ത് ഇഷ്ടം പോലെ. 100 വിദഗ്ധ ശില്പികൾ പഴയ ബാബിലോൺ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചു. നടന്നില്ല. ഒറ്റക്കാര്യമുള്ളൂ നടക്കാത്തത്. 20-ാം വാക്യം, അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കില്ല. ഈ പുസ്തകം പറഞ്ഞാൽ പറഞ്ഞതാ, മാറ്റമില്ല, പിൻവലിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പിച്ചു, നമ്മുടെ കർത്താവിനൊരു ഗുണമുണ്ടോ, ഒരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ അഭിപ്രായം പറയാത്ത ഒരാളാണ് യേശു.
നമ്മളെല്ലാം പറയുന്ന അഭിപ്രായമാണ്, കമ്മിറ്റിയിലല്ല അഭിപ്രായം പറയും. യേശു അഭിപ്രായം പറഞ്ഞ് കാണിക്കോ? ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും തീറുകനം വിധി മാത്രം പുറപ്പെടുവിച്ച് ശീലമുള്ളവനാ നമ്മുടെ കർത്താവ്. അതാ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത. പിൻവലിച്ച ചരിത്രമില്ല, സോറി പറഞ്ഞ ചരിത്രമില്ല, ആലോചിച്ചുറപ്പിച്ചു പറഞ്ഞ വാക്കുകളാ ഈ പുസ്തകത്തിലുള്ളത്. അന്ന് കേട്ടപ്പോൾ ആലോചിച്ചതല്ല, യുഗങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവത്താൽ നിശ്ചയിച്ചുറപ്പിച്ച വചനങ്ങളുടെ സമാഹാരമാ നമ്മളായി കിട്ടിയത്. അതിന് മാറ്റമില്ല. ഇത് മാറ്റമില്ലാത്ത തിരുവചന ഉറപ്പിച്ചങ്ങ് സ്ഥാപിച്ചു. ഇന്ന് വരെ പണിതിട്ടില്ല. പക്ഷെ പ്രശ്നത്തല്ല, സംഗതിയൊക്കെ ശരിയാണെങ്കിലും വെളിപ്പാട് 12:21 പറയാ, കല്ലെടുത്തെറിയുന്ന പോലെ തിരികല്ലെടുത്തെറിഞ്ഞിട്ട് ഇങ്ങനെ ബാബിലോണിനെ നശിപ്പിക്കും. യെശയ്യാവിൻ്റെ കാലത്തെ ദാനിയേലിൻ്റെ കാലത്തെ നശിച്ചു. യേശുവിൻ്റെ കാലത്ത് അതില്ല, ഇപ്പോഴും അതില്ല. പിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കും? ഇല്ലാത്തത് നശിപ്പിക്കാൻ പറ്റുമോ? കൺഫ്യൂഷനായോ? കൺഫ്യൂഷനായാൽ നിങ്ങൾ പഠിച്ചു എന്നർത്ഥം. പിടികിട്ടി. ഇപ്പോൾ ബാബിലോൺ ഇല്ലാതെ തെളിവ് തന്ന ഓരോരുത്തരും പണിയല്ലെന്നാ പറഞ്ഞേ. അപ്പോൾ അതൊന്ന് പഠിക്കണ്ടേ, ഗ്രഹിക്കണ്ടേ? ഏത് ബാബിലോണിനായി എടുത്തെറിയുന്നത്? എന്താണ് അതിൻ്റെ റീസൺ? എൻ്റെ കാര്യകാരണങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി കൺക്ലൂഡ് ചെയ്യാം. സന്തോഷമാണോ? അപ്പം നമുക്കിനി ഒരു വാക്യം വായിക്കാം. സക്കറിയ 5:5 മുതൽ വായിക്കണം. ബാബിലോൺ ദാ തിരിച്ചു വരുന്നു. ആ സ്ഥലത്ത് കെട്ടിടം പണിയൊന്നല്ല, ബാബിലോണിൽ കണ്ട പ്രവണതകളും രീതികളും തിരിച്ചു വരുന്നു. ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വികസിത നഗരമായി ഇറാഖ് കേന്ദ്രീകരിച്ച് ദുബായ് പട്ടണത്തെ ബന്ധിപ്പിച്ച് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ബന്ധിപ്പിച്ച് ഒരു വലിയ വ്യാപാര ശൃംഖല, ഒരു കൊമേഴ്സ്യൽ സിസ്റ്റം ദാ തിരിച്ചു വരുന്നു. ആ വ്യവസ്ഥിതിയെ മുഴുവൻ കൈയാളിക്കൊണ്ട് ഒരേകാധിപതി വാണിജ്യപരമായ ഇടപാടിൻ്റെ അധികാരം കൈയാളുന്നു. അവൻ്റെ പേരാണ് ആൻറ്റക്രൈസ്റ്റ് അഥവാ എതിർക്രിസ്തു. അന്ത്യക്രിസ്തു എന്ന് പറയില്ല, പിന്നെ എങ്ങനെ പറയണം? എതിർക്രിസ്തു. അങ്ങനെയാണ്. അപ്പോൾ എതിർക്രിസ്തു ഒരു നാഗരികതയെ, ഒരു വാണിജ്യ സംസ്കാരത്തെ, ഒരു രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ലോകാധിപതിയായി വരാൻ ഒരു പട്ടണത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ സജ്ജീകരിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയേക്കാൾ, മെൽബൺ സിറ്റിയേക്കാൾ, മുംബൈ നഗരത്തേക്കാൾ, സിഡ്നി നഗരത്തേക്കാൾ വലിയൊരു വാണിജ്യ മേഖലയായി ഇറാഖ് വീണ്ടും ശക്തിപ്പെട്ട് ചരിത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. എല്ലാത്തരം ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന വ്യാപാര ശൃംഖലയുടെ കുത്തക ആ രാജ്യത്തേക്ക് തിരിച്ചു വരുന്നു. വാക്യം വായിച്ചു. ഒരു ദൂതൻ സക്രിയാവോട് പറഞ്ഞു, പുറത്തേക്ക് വന്ന് ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് കാണുക, അല്ലെങ്കിൽ നോക്കുക. എന്താ എനിക്ക് പുറപ്പെടുന്ന ആയൊരു ഏഫ എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ? കറക്റ്റ്. ഇതൊക്കെ വായിച്ച് വിട്ടെങ്കിൽ നിലക്കിത് ആരാണത്? ഇതിൻ്റെ പക്ഷിയോ പറവയോ ഏതാണ്ടാന്ന് ഓർത്തിരുന്നേ. അച്ഛനത് കറക്റ്റായിട്ട് പറഞ്ഞു. എന്തെന്നാ? ഒരളവ് പാത്രം. ഒരേഫ നമ്മുടെ ഒരു പറയാണ്. പഴയ ഓർക്കുന്നുണ്ടോ? പാള ഒന്നേന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? പ്രായം അത്ര ആയില്ലെന്ന് കാണിക്കാൻ പഠിച്ചിട്ടില്ലെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ട്. എനിക്ക് അത്രയൊന്നും പ്രായമായിട്ടില്ല, എന്നാൽ പുതിയ സിലബസാണ് പഠിച്ചതെന്ന് കാണിക്കാൻ. പോട്ടെ, പറയുന്ന പറഞ്ഞാൽ മനസ്സിലായോ? 2 കൊളുത്തുമൊക്കെ ഇട്ട്. അല്ല, കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്ക് പറയുന്നത് മനസ്സിലായില്ല. ഞാനതിനൊരു വ്യാഖ്യാനം മാറ്റുകയാണ്. ഒരു ബിരിയാണി ചെമ്പ്, അല്ലെങ്കിൽ ഒരു അണ്ടാവ്. ഓക്കെ, ഇനിയിപ്പോൾ അണ്ടാവെന്നേ പറയത്തുള്ളൂ, പറയുന്നു ഏഫയെന്നും ഞാൻ പറയില്ല. ദർശനത്തിൽ എന്താ കണ്ടു? ഒരണ്ടാവ്. ബാക്കി വായിച്ചു.
ആ, അത് സർവദേശത്തിനുമുള്ളവന്റെ പാവമാണ് ഈ പാത്രത്തിനകത്ത്. അളവ് പാത്രത്തിനകത്തേ സകല ദേശത്തിനുമുള്ളവന്റെ പാപം അഥവാ അകൃത്യം. പിന്നെ ആ ആ സോദരീ സമാജം വരാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ മെയിൻ ആൾ വന്നു കഴിഞ്ഞു. ആരാ? അളവ് പാത്രത്തിൽ കയറി ഒരാൻറ്റി ഇരിക്കുന്നു. സ്ത്രീ എന്നൊന്നും ഞാൻ വിളിക്കുകയില്ല, കാരണം കേസായിപ്പോയി ഇപ്പോഴത്തെ കാലത്ത്. ഒരളവ് പാത്രം, ആ പാത്രത്തിനകത്ത് ഒരു സ്ത്രീ. ഒരു അളവ് പാത്രമാകുമ്പോൾ വേണേൽ നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. നമ്മൾ ഒരു പാത്രം എണ്ണ എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു പാത്രം ആൻറ്റി. അളവ് പാത്രത്തിലാണല്ലോ, അതുകൊണ്ടാ. ആ, ബാക്കി വെച്ച്. ആ മാമ, ആളാരാ? ദുഷ്ടത. ഇരിക്കുന്ന പാത്രം ഏതാ? അകൃത്യം, പാപവും ദുഷ്ടതയും നിറഞ്ഞ ഒരു പാത്രം. പിന്നെ ആ, അവനവളെ ഏഭയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഈ ബിരിയാണി ചെമ്പങ്ങ് അടച്ചെന്ന് പാത്രം അടച്ചു. ഈ സ്ത്രീയെ ഇതിനകത്താക്കി അടച്ചു. ആ, പിന്നെ ആ ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ സഹോദരീ സമാജം കൂടുന്നതേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ. 2 സ്ത്രീകൾ പുറത്തു വന്നു. അവര് ആ, അത് ഈ പരിഭാഷയുടെ കൺസ്ട്രക്ഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. അതിങ്ങനെ വേണം. അവർക്കു പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറക്, ചിറകിൽ കാറ്റ്. അങ്ങനെയാ. അപ്പോൾ ചിറകുള്ള സ്ത്രീകൾ 2 പേർ ഇതിനെ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചോ. ആ, ഇതൊക്കെ എന്തോ ദർശനമാണ്. 2 സ്ത്രീകൾ കൂടി ഒരു സ്ത്രീയെ പാത്രത്തിനകത്താക്കി അടച്ച് കൊളുത്തെ പിടിച്ച് പറന്നു പോവുക. നമ്മളൊക്കെ ഒരു ദർശനം കണ്ട ആൾക്കാരോട് പറഞ്ഞ അടിയാണ് പിന്നെ അവിടെ. ഇതൊക്കെ വെച്ച് എത്രയോ നല്ല ദർശനമാണ് നമ്മളീ കാണുന്നില്ലേ. ചെറിയ ദർശനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി എന്താണെങ്കിലും പോട്ടെ, ഇതൊരു അമ്പരപ്പിക്കുന്ന സംഗതിയാണ്. കാരണം 2 സ്ത്രീകൾ കൂടി ഒരു സ്ത്രീയെ പാത്രത്തിനകത്താക്കി അടച്ച് റെഡിയാക്കി ഇവളെയും കൊണ്ട് പറന്നു പോകുന്നു. ദുഷ്ടതയാകുന്ന പാത്രത്തിൽ, അകൃത്യമാകുന്ന പാത്രത്തിൽ ദുഷ്ടതയെ അടച്ച് അളന്നു തൂക്കി കച്ചവടത്തിന് പോവാ. ആണ് ഏഭയാ, വ്യാപാര ഏഭയാ, കൊമേഴ്ഷ്യൽ സെൻ്ററാ. ഇത് കച്ചവടത്തിനാണ് കൊണ്ടുപോകുന്നത്. അകൃത്യത്തെ വിൽക്കാൻ പോവാന്ന്, ദുഷ്ടത വിൽക്കാൻ പോവാണെന്ന്. ഒരൊറ്റ പോകേ. എവിടേക്കാ പോകുന്ന നോക്കിയേ. ആ ആ ആ അപ്പം ദൂതൻ്റെ അരികിൽ ചോദിച്ചു, ദൂത ഇത് എവിടെ പോവാ? പിടി കിട്ടുന്നില്ലല്ലോ. ആ വായിച്ച്. ആ ആ ആ എവിടെ എവിടെ എവിടെ? ഇതിനാ ഇന്നലെ ഞാൻ ഷിനാർ എന്ന എംബോസിഷൻ എഴുതുന്ന പോലെ പറഞ്ഞ. എവിടാ ദുഷ്ടതയെ കൊണ്ട് വെക്കുന്നത്? ഷിനാർ ദേശത്തെ. അവൾക്കൊരു വീട്. ആ, ആർക്കാ? അകൃത്യത്തിനൊരു വീട്, ദുഷ്ടതയ്ക്കൊരു വീട് അളന്നു കൊടുക്കുന്നു. ഞാനൊരു 10-15 കൊല്ലം മുമ്പ് പ്രസംഗിച്ചൊക്കെ കിടപ്പുണ്ട് യൂട്യൂബിൽ. ദൈവമക്കളത് കണ്ടാൽ മനസ്സിലാകും. അന്ന് പറഞ്ഞതെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. എൻ്റെ വൈഫ് വഴിയൊരു പ്രസംഗം ഇടയ്ക്ക് കേട്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നമ്മളിന്ന് നടത്തുന്ന ഓൺലൈൻ വ്യാപാരത്തെപ്പറ്റി 15 കൊല്ലം മുമ്പ് പറഞ്ഞ കിടപ്പുണ്ട്. ഇതെന്തിനാണെന്നറിയണ്ടേ? ഇവിടം കേന്ദ്രീകരിച്ച് ലോകത്തിൻ്റെ എല്ലായിടത്തേക്കും വ്യാപാരം. എന്താ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയണ്ടേ? കരമാർഗവും കടൽ മാർഗവും ആകാശമാർഗവും ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ജിയോഗ്രഫിക്കലി നല്ല ലൊക്കേഷൻ്റെ പേരാ ഇറാഖ്. ഈ വ്യവസായ പ്രാധാന്യം കണ്ടുകൊണ്ടാണ് അമേരിക്കയൊക്കെ അവിടെ ചെന്ന് കണ്ണ് നട്ട് വച്ചിരിക്കുന്നത്, പിടിച്ചെടുത്ത് വച്ചിരിക്കുന്നത്. ഇറാഖിൻ്റെ കണ്ടുള്ള ആരുടെയില്ല, അമേരിക്കയുടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊക്കെ പോയിട്ട് എത്ര നാളായി അവരോടൊന്നും. അവർ പോയി. പക്ഷേ ലോകത്തിൽ ഏറ്റവും വലിയ അമേരിക്കൻ കോൺസുലേറ്റ് എവിടെയെന്നറിയോ? ഇറാഖിലാണ്. ജീവനക്കാരുടെ എണ്ണം 35,000. എത്ര പഞ്ചായത്തിലെ ആളുണ്ടെന്ന് ഓർത്താൽ മതി. ഒരു മേഖല മുഴുവൻ പിടിച്ചേക്കുക. എന്താ കാര്യം? ഇവിടെ നാളെ ഒരു ട്രേഡ് സെൻറ്റർ ഉയരുമ്പോഴേ കച്ചവടം കൺട്രോളിൽ വരണം. പിടികിട്ടിയോ?
അമേരിക്ക നടപ്പിലാക്കിയ ഏത് യുദ്ധത്തിലും ക്ഷണിക്കാതെ കൂടെ കൂട്ടുന്ന സ്വന്തം അമ്മയോ സഹോദരിയുടെ സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന ആളാണ് UK അല്ലെ ബ്രിട്ടനും അമേരിക്കയും അതിങ്ങനെ കാൽ കീഴാക്കി വെച്ചിരിക്കുക കച്ചവടം നടത്താൻ. അവിടുന്ന് വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നം നമ്മുടെ വീട്ടിലെത്തണമെങ്കിൽ നല്ല എയർപോർട്ട് വേണം, നല്ല റോഡ് വേണം. എൻ്റെ പഴയ പ്രസംഗം നോക്കിയാൽ മനസ്സിലാവും. ഈ 6 വരിപ്പാതയൊക്കെ വരുന്നത് നടക്കില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനസ്സിലായി? ഇപ്പോൾ കണ്ട അതിവേഗത്തിൽ റോഡ് വെട്ടുക. ഇവിടെ ഇരുന്ന് വിളിക്കുമ്പോൾ സാധനം ഇവിടെ വരണം. ഒരു ഉദാഹരണം പറയാം. അന്ന് ഞാനൊരു 2010 ഒരു ജനുവരി മാസം 2-ാം തീയതി ഞാൻ 1-ാം തീയതിയോടത്ത് പ്രസംഗിച്ചിട്ട് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചിട്ട് വന്നിരിക്കുമ്പോൾ ഇത് കണ്ട ഒരാൾ വിളിച്ചു, ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ പത്രം നോക്കണം, മനോരമ. എൻ്റെ കാരണം പറയാം. ഈ 6 വരിപ്പാത പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു വരും. അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് വെട്ടി നമ്മൾ കൊണ്ട് കണ്ണൂർ കാസർഗോഡ് എത്തിച്ചാൽ മതി. ബാക്കി കർണാടകക്കാർക്ക് വലിയ തർക്കമില്ല. അവർ വെട്ടി അപ്പുറത്ത് കയറ്റും. മഹാരാഷ്ട്രയിൽ ചെന്നു, അവിടെ നിന്ന് ഗുജറാത്ത് കടന്നു, അപ്പുറത്ത് പഞ്ചാബ് കടന്നു, കാശ്മീരിലെത്തി. അപ്പോൾ അവിടെ വരെ എത്തി. അത് നാഷണൽ ഹൈവേ എന്നേ പറയാൻ പറ്റും. ഇൻ്റർനാഷണൽ ആകണേ അപ്പുറത്ത് കയറണം, വേണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ റോഡ് വരും. ആ റോഡേ നിങ്ങൾ മനസ്സുകൊണ്ട് നേരെ അങ്ങ് മിഡിൽ ഈസ്റ്റിലേക്കൊന്ന് വെട്ടിക്കേ. ആ പോകുന്ന പോക്കിൽ ഏറ്റവും ഡെവലപ്പാകാൻ പോകുന്ന സ്ഥലമാണ് ഇറാഖ്, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഒമാൻ. ഈ സ്ഥലങ്ങളിലൂടെ കടന്ന് റോഡങ്ങ് പോവാ. ഏഷ്യയെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന കോറിഡോർ, അതിവേഗ കോറിഡോർ. നമ്മളൊരു ഉൽപ്പന്നത്തിന് ആവശ്യപ്പെട്ടാൽ 2-3 ദിവസം കൊണ്ട് നാട്ടിലെത്തണമെന്ന് ഇവിടെ വരെ. അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉൽപ്പന്നങ്ങളെ വീട്ടിലെത്തണം. ഇത് 2010 ഇങ്ങനെയൊക്കെ റോഡ് വരുമെന്ന് ഞാൻ പ്രസംഗിച്ചു. ഒരു സാധ്യതയില്ല. പക്ഷേ ആ 2-ാം തീയതിയിലെ മനോരമയിൽ ഒരു വാർത്ത എന്നോട് പറഞ്ഞു, ആ വാർത്ത വായിക്കാൻ പറഞ്ഞു. ഫ്രണ്ട് പേജിലെ വാർത്ത അതിനാ സമയമൊക്കെ പറഞ്ഞേ. ഈ ചൈന, ഇന്ത്യയുടെയും ചൈനയുടെയൊക്കെ അതിർത്തിയിൽ ബുൾഡോസറും ഒക്കെ ഇറക്കി റോഡ് വെട്ടുക. ഈ പണി കണ്ട് നമ്മൾ ഉണർന്നു, ജാഗ്രതപ്പെട്ടു. അന്ന് ആൻ്റണി സാറാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി. അത് ഒരു ഫോണൊക്കെ എടുത്ത് കറക്കി അവിടുത്തെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഇത് ക്രൂരവും പൈശാചിയുമായിപ്പോയി, നടത്തി. അപ്പോൾ അവർ പറഞ്ഞത് അതിന് വാന്തോന്നുമല്ല, പിന്നെന്താ, കരമാർഗം 48 മണിക്കൂർ കൊണ്ട് ഇറാഖിലെത്താൻ ഒരു റോഡ്. അതൊക്കെ തീർന്നു കഴിഞ്ഞ്. എന്തിനാ ഇവിടെ ഇരുന്ന് ആവശ്യപ്പെടുമ്പോൾ സാധനം ഇവിടെ കിട്ടണം. ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് എത്തുമ്പോൾ ഇത് മുഴുവൻ ഒരു മാന്ത്രിക സംഖ്യയിലൂടെ കൊടുക്കവാങ്ങൽ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വ്യാപാര ശൃംഖല ശക്തിപ്പെടും. എന്തെല്ലാം വിച്ചഴിക്കുമെന്ന് അറിയണോ? 18:10 മുതൽ വായിച്ചേ. വെളിപ്പാട് പുസ്തകം 18:10. ഭൂമിയിലെ വ്യാപാരികൾ എന്ന് വെച്ചാൽ MNCകളാണ്, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളാണ്. നമ്മളിന്നീ കേൾക്കുന്ന പുതിയ ചില മലയാളി കോടീശ്വരന്മാരൊക്കെ ഉണ്ട്. ഇവരൊന്നും അല്ലിത്. അതൊക്കെ ഈ പബ്ലിസിറ്റിയെ നിൽക്കുന്ന കക്ഷികളാണ്. വലിയ MNCകൾ കിടപ്പുണ്ട് ലോകത്ത്. ഇവർ മുതലിറക്കി ഈ നാടിനെ എങ്ങനെയാക്കും? വായിച്ചു. നിർത്ത്. പൊന്ന, വെള്ളി, രത്നം, മുത്ത്, ഇവയെ ചേർത്തൊരു പേര് പറയാം, ജുവൽസ്. ഏറ്റവും നല്ല ജുവലറികൾ, അത്ര ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റഴിക്കും. പ്രാദേശിക കടകൾ പൂട്ടിക്കെട്ടും. ഞാൻ പിന്നെ പറയാം. അടുത്ത വായിച്ച്. ഏറ്റവും നല്ല ടെക്സ്റ്റൈൽസുകൾ, വസ്ത്രവിപണി ശക്തിപ്പെടും അവിടെ. പിന്നെ ഇന്റീരിയർ ഡെക്കറേഷന് വേണ്ടതേ നിർമ്മാണ വസ്തുക്കളെ, ഇവയുടെ വിപണി ശക്തിപ്പെടും. പിന്നെ സ്പൈസസ് ആൻഡ് പെർഫ്യൂം ഐറ്റംസ് അത് വിൽക്കപ്പെടും. പിന്നെ
മദ്യം, വിലപിടിപ്പുള്ള മദ്യം, എണ്ണ, ഇന്ധനം, പിന്നെ വ്യത്യസ്ത തരത്തിൽ ഏറ്റവും അത്യാധുനിക രീതിയിൽ രൂപപ്പെടുത്തുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ ഈ കൃഷിയെക്കുറിച്ചൊക്കെ ഉള്ള പഴയ സങ്കല്പം മുഴുവൻ പോയി. ആരൊക്കെ ഒത്താൽ ഹൈടെക് കൃഷിയില്ലെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പഴയ പോലെ മുറ്റത്ത് നിന്ന് കിളച്ച് കുറേ നെല്ലെല്ലായിട്ട് നമ്മൾ കുറേ കണ്ടോ പഴയ രീതിയൊക്കെ പോയി. പഴയ രീതി പോയോണ്ടാണ് കോവിഡ് കാലത്തും കഴിക്കാൻ പറ്റിയേ. എന്താ കാര്യം? ഈ വാൾമാർട്ട് പോലുള്ള കമ്പനികൾ ഈ രംഗത്ത് നടത്തിയ വലിയ കുതിച്ചുചാട്ടമുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള നൂതനങ്ങളായ വിത്തുകൾ ഇതൊക്കെ തന്നുകൊണ്ട് ഇത്തരം വിപണി വരുമ്പോൾ പരമ്പരാഗത ജീവിത സങ്കല്പങ്ങൾ വേണ്ടാതെ വരും മനുഷ്യന്. അപ്പോൾ മനുഷ്യനെ ഇത്തരം ചിന്തകളുടെ അഡിക്റ്റാക്കി മാറ്റുന്ന, അതിനെ അടിമയാക്കി മാറ്റുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും. പിന്നെ മാംസവിപണി മാത്രമല്ല, പാലുൽപ്പന്നങ്ങളുടെ വിപണി, ഇതെല്ലാം ശക്തിപ്പെടും. പിന്നെ രഥം, വാഹന വിപണി, പിന്നെ മനുഷ്യൻ്റെ പ്രാണനും മനുഷ്യൻ്റെ ശരീരവും വിൽപ്പനയ്ക്ക് വെക്കും. അത് വിശരിക്കാൻ നേരം ഉണ്ടെങ്കിൽ പറയാം. ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാപാര ശൃംഖല, ഒരു മാർക്കറ്റ്, വിപുലമായൊരു മാർക്കറ്റ്. അതിനായി നഗരങ്ങളെല്ലാം തൊട്ടുകിടക്കുന്നത്. ദുബൈയെക്കുറിച്ച് നമുക്കറിയാം, ഇൻഫർമേഷൻ സിറ്റിയാണ്. അവരുടെ സഹായമില്ലെങ്കിൽ പ്രയാസമാണ്. നമ്മുടെ നാടൊക്കെ ആ ഒരു നിലയിലേക്ക് ചിന്തിച്ചു തുടങ്ങി. അത് കാലത്തിന് വന്നൊരു മാറ്റമാണ്. ലോകം അറിയാതെ ഒരുങ്ങുന്നു ഒരു എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ. യഹൂദൻ കാത്തിരിക്കുന്നു അവരുടെ വാഗ്ദത്ത മശിക വരാൻ. നമ്മൾ കാത്തിരിക്കുന്നു നമ്മുടെ കർത്താവ് വരാൻ, നമ്മുടെ മണവാളൻ വരാൻ. ഈ മൂന്നര ഒരുക്കം ലോകത്ത് നടക്കുക. യഹൂദൻ അവരുടെ മശിക വരാൻ കാത്തിരിക്കുക. ലോകം എതിർ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഒരു ഏക ഛത്രാധിപതി വരാൻ കാത്തിരിക്കുക. അവൻ പറയുന്നില്ലെന്നേ ഉള്ളൂ, അറിയില്ലെന്നേ ഉള്ളൂ. ഇതിനാ കാത്തിരിക്കുന്നത്. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവ് പണ്ട് യെരൂശലേമിലേക്ക് വന്നു. യെരൂശലേമിലേക്ക് വരുമ്പോൾ യെരൂശലേം അവനെ കല്ലെറിയാൻ തയ്യാറായി. കല്ലെറിയാൻ തുനിഞ്ഞവൻ അവരെ നോക്കി നടത്തുന്ന പ്രവചനമാ ഇന്നലെ ആദ്യം വായിച്ചത്. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിയുകയും നിന്റെ അടുക്കൽ വരുന്നവരെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. പക്ഷെ നിനക്ക് മനസ്സ് വന്നില്ല. നിന്റെ ഭാവന ശൂന്യമാകും. ഞാനിപ്പോൾ പോവാ, പക്ഷെ ഒരു ദിവസം വരും. എവിടാന്നറിയണ്ടേ? ഇന്ന് കല്ലെറിഞ്ഞൊടിക്കാൻ കാത്തിരിക്കുന്ന നീ ഒരു ദിവസം എന്നെ കണ്ടിട്ട് പറയും, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നീ പറയോളം നിങ്ങളെന്നെ കാണില്ല. യേശു വന്നു പോയതാ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന രാത്രി വരെ ഈ സംഭവം നടന്നിട്ടില്ല. പക്ഷെ പറഞ്ഞത് യേശുവെങ്കിൽ നടക്കുമെന്ന് ഉറപ്പാണെന്നേ. ഹല്ലേലൂയ. പറഞ്ഞത് യേശുവെങ്കിൽ അത് നടക്കുമെന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആ ബലമാണ് നമ്മുടെ ബലം. അമ്പുരാന്റെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പില ഭക്തന്റെ നിലനിൽപ്പ്. ഇത് വരും. യേശു പ്രവചിച്ച് ഒരു 40 കൊല്ലം പിന്നിട്ടു. 40-41 ഏകദേശം. രാജ്യം ഭരിക്കുന്ന റോമാ കൈസറുടെ സേനാനായകൻ ടൈറ്റസ് കൈസർ ഇവിടേക്ക് വന്നു. ടൈറ്റസ് ഒലിവ് മലയിൽ ഇരുന്നു കൊണ്ട് യെരൂശലേമിനെ കണ്ടു. ഒലിവ് എന്ന് പറയുന്നത് യെരൂശലേമിൻ്റെ അതിർത്തിയാണ്. ഒലിവ് മലയെയും യെരൂശലേമിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഹിദ്രോൻ തോടാണ്. ഈ ഒലിവ് മലയിൽ നിന്നുകൊണ്ട് പടിഞ്ഞാറോടേക്ക് നോക്കിയാൽ യെരൂശലേം അതിൻ്റെ താഴെ കാണാം. 5 മലകൾ മുട്ടിയുരുമി കിടക്കുന്ന ഒരു പട്ടണം. ഒലിവ് മലയ്ക്ക് ഉയരം കൂടുതൽ. ഒലിവ് മലയുടെ കിഴക്കേ ചരിവില നമ്മുടെ ലാസർ പാർത്ത ബഥാന്യ. ഒലിവ് മലയുടെ പടിഞ്ഞാറേ ചരിവിൽ, അതായത് യെരൂശലേമിനോട് മുട്ടിക്കിടക്കുന്ന ഭാഗത്താണ് കർത്താവ് പ്രാർത്ഥിച്ച ഗെത്സമന. ഇതേകൂടെ അന്ന് ക്യാമ്പ് സജ്ജീകരിച്ച് യഹൂദന്മാരെ വളഞ്ഞ് പുറത്തിറക്കാനാവാതെ ഉപരോധിച്ച് ഈ ദേവാലയം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി. ചെറുത്ത് നിന്ന യഹൂദന്മാർ ദീർഘനാളുകൾ നിന്നപ്പോഴേക്കും ഭക്ഷണം തീർന്നു.
പൊരുതാൻ വീര്യം നഷ്ടപ്പെട്ടു. ആഹാരം മുഴുവൻ തീർന്നിട്ട് ആളുകൾ വല്ലാത്ത അവസ്ഥയിലെത്തി. നിലത്ത് വിടരുന്ന പുല്ല് പറിച്ച് തിന്ന് കഴിയേണ്ടി വന്നു. അതും തീർന്നപ്പോൾ സ്വന്തം ചെരുപ്പ് കടിച്ചു പറിച്ച് തിന്നേണ്ടി വന്നു. അതും കഴിഞ്ഞപ്പോൾ സ്വന്തം വസ്ത്രം തിന്നേണ്ടി വന്നു. എത്ര ഭീകരം! അതൊക്കെ ഒത്തിരി ഉണ്ട് പറയാൻ. ഒടുക്കം എല്ലാ പഴുതുകളും അടഞ്ഞപ്പോൾ ടൈറ്റസ് യുദ്ധം ചെയ്യാൻ അകത്തേക്ക് കയറി. തന്ത്രം അങ്ങനായിരുന്നു. ആ യുദ്ധത്തിൽ നിരവധി കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ മരിച്ചൊടുങ്ങി. അവരുടെ ശരീരത്തിലൂടെ കുതിരകളെ പായിച്ച് രക്തക്കളമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ മുഴുവൻ പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞു: ദേവാലയം ഇവിടെ നിർത്തണം. തൻ്റെ ദേവൻ്റെ ഒരാരാധ്യ സ്ഥലമായി ഇത് സൂക്ഷിക്കണം. അവരാരാധിക്കുന്ന റോമക്കാരുടെ അപ്പോളോ എന്നൊരു ദേവനുണ്ട്, ശക്തിയുടെ ദേവൻ. നമ്മുടെ നാട്ടിൽ ടയറിൻ്റെ പേരാ, ശക്തിയെ സൂചിപ്പിക്കാനാ. ഈ ദേവൻ്റെ മന്ദിരമാക്കി മാറ്റാൻ പദ്ധതിയിട്ടു. പക്ഷെ അകത്ത് കിടന്ന സൈനികരിൽ ഒരാൾ ദേവാലയത്തിൻ്റെ ഭംഗിയും മനോഹാരിതയും കണ്ട് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ കത്തിച്ചു പിടിച്ച പന്തം ജ്വലിച്ചു വഴുതി വീണ് തിരശീലക്ക് തീ പിടിച്ച് യെരൂശലേം ആഞ്ഞ് കത്തി. ശീലാന്തൊക്കെ കത്തി, അതിൻ്റെ ദേവദാരു പലകകൾ കത്തി. ഒടുക്കം കയ്യിൽ വാരിയെടുത്ത് മാറ്റാവുന്ന ഓരോ പിടിച്ചാരമായി യെരൂശലേം ശേഷിച്ചു. കർത്താവ് പ്രവചിച്ചു, നിങ്ങളുടെ ഭവനം ശൂന്യമാകും. ആ വാക്ക് നടപ്പിലാക്കാൻ കേവലം 40 വർഷം മതിയായിരുന്നു. ഹല്ലേലൂയ! അതായത് ഒരു തലമുറയുടെ കാലം കൊണ്ട് ആ വാക്ക് പറഞ്ഞവൻ മറ്റൊന്നുകൂടി പറഞ്ഞു: ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. എന്തെറ്റിന്ന് അറിയണ്ടേ? ഇദ്ദേഹത്തോട് ആരോ പറഞ്ഞു, കോടികൾ വിലമതിക്കുന്ന സ്വർണം കത്തി ഉരുകി ഇതിൻ്റെ അടിത്തറയിൽ കിനിഞ്ഞു വീണ് കിടപ്പുണ്ട്. ഇരുമ്പ് കലപ്പകൾ കൊണ്ടുവന്ന ആനകളെ കൊണ്ട് കെട്ടി ഉഴുത് ഈ പടുകൂറ്റൻ കല്ലുകളെ ഇളക്കി മാറ്റിയപ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ 2ാം ഭാഗം നിറവേറി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ച് നിരത്തി തകർക്കും. ഇന്ന് വരെ ഒരുത്തനും പണിയാൻ കഴിഞ്ഞില്ല. ഇതായി പുസ്തകത്തിലെ പ്രവചനം. ബാബിലോണിനെ നശിപ്പിച്ചവൻ അതേ അളവിൽ തൻ്റെ വചനമയച്ച് ഇവിടെയും നശിപ്പിച്ചു. പക്ഷെ ഇവിടെ നിരാശ വേണ്ട. ഒരു നെബൂഖദ്നേസറും ഒക്കെ വന്ന സ്ഥലമാണ്, അവനൊക്കെ തീർത്ത. അത് കഴിഞ്ഞാൽ ടൈറ്റസ് തീർക്കുന്നേ. പക്ഷെ ഒരു നെബൂഖദ്നേസറിനും ഒരു ടൈറ്റസിനും തകർക്കാനാവാത്ത മറ്റൊന്നിനെ പണിയുന്നുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ബലം യേശുവിൻ്റെ രക്തത്താൽ പണി കഴിപ്പിച്ച ജീവനുള്ള കല്ലുകളാണെന്നുള്ളതാണ്. ആ ജീവനുള്ള കല്ലിനെ തകർക്കാൻ ഒരു സൈനിക ശക്തിക്കും കഴിയില്ല. ആമേൻ. പ്രിയരെ, ഇതൊക്കെ ആണെങ്കിലും അന്ന് AD 70 ദേവാലയം തകർന്നു. AD 125 ആകുമ്പോഴേക്കും രാജ്യം ഭരിക്കുന്ന ഹദ്രിയൻ എന്നൊരു ചക്രവർത്തി ഒരു ഉത്തരവിട്ടു. യെരൂശലേമിൽ നിന്നല്ല, പാലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവിൽ എവിടെയും ഒറ്റ യഹൂദനെ കണ്ടുകൂടാ. കണക്ക് അന്ന് ചെതറിയ ജൂതൻ ചെതറി ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ചെതറി. നമുക്കറിയാം, അങ്ങനെ നമ്മുടെ നാട്ടിലും വന്നു അല്ലേ? പോയിടത്തെല്ലാം ജൂതനെ അതിക്രൂരമായി ആക്രമിച്ചു, അതിഭീകരതയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് തിരുവചനം പറയുക, പീഡയുടെ ആധിക്യത്തിൽ അവൻ പ്രാർത്ഥിക്കും. അവൻ പറയും, നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതിയെന്ന് സന്ധ്യയാകുമ്പോൾ പറയും. സഹിക്കാൻ വയ്യ. നേരം വെളുക്കുമ്പോൾ പറയും, ഒന്ന് രാത്രിയായെങ്കിൽ. അസഹനീയമായ അസ്വസ്ഥതയുടെ നടുവിലൂടെ പോകും. നമ്മെ അന്ന് ചിതറിച്ചു വിട്ടു നമ്മയും ദൈവത്തിൻ്റെ സഭയെ. പോയ സഭ പോയിടത്ത് ചേറിപ്പാർത്തവൻ അവിടെ ദൈവവചനം പ്രസംഗിച്ചു, ജീവനുള്ള സഭ രൂപവൽക്കരിച്ചു. ജൂതൻ പോയിടത്തൊക്കെ തല്ലുവാങ്ങി. ഉപദ്രവിക്കാത്ത രാജ്യങ്ങളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ അവനെ ഉപദ്രവിച്ചില്ല. അമേരിക്കയൊക്കെ ഒട്ടും ഉപദ്രവിക്കാതെ സംരക്ഷിച്ചൊരു രാജ്യമുണ്ട്. ഏതാ?
ഇന്ത്യ എന്നൊന്നും പറയണ്ട, കേരളം എന്നങ്ങ് പറഞ്ഞാൽ മതി. അത് പോട്ടെ. കണ്ട് അവനെല്ലാം വന്ന് അങ്ങനെ പക്ഷം ചേരണ്ട, രാജ്യസ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. അങ്ങനെ കമ്പനി ചേരാൻ പോരട്ടെ, എനിക്ക് കണക്കും കാര്യമുണ്ടല്ലേ. കൊടുങ്ങല്ലൂരും മട്ടാഞ്ചേരിയിലും ഒക്കെ ജൂത തെരുവുകൾ ഒക്കെ ഒന്ന് കാണാൻ പോകണം, പഠിക്കാനുണ്ടോ ഒത്തിരി. ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നിങ്ങളിനി അന്ധവിശ്വാസമെന്ന് കരുതണ്ട. അതിൻ്റെ ഒരു ഐശ്വര്യം നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ടെന്ന് തർക്കമൊന്നും വേണ്ട, തർക്കിക്കേണ്ട. തെളിവുകൾ ഓരോന്നും വെച്ച് പറയാം. ഇങ്ങനൊരു സ്റ്റേറ്റൊന്നും ഇന്ത്യയിലില്ല, ഉറപ്പ് കേസാ. ഇങ്ങനൊരു സ്റ്റേറ്റൊന്നും ഇല്ല. അതിൻ്റെ കാരണം ഞങ്ങളാന്നൊക്കെ പറഞ്ഞ് പലരും വരും. അതൊന്നുമല്ല, ഈ ബൈബിൾ അതിൻ്റെ കാരണം ഈ നാടിനെ മാറ്റിമറിച്ചത്. അത് എവിടെയും പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും നമുക്കുണ്ട്. ഈ പുസ്തകമാ. ഹല്ലേലൂയ. രാഷ്ട്രീയക്കാരൊക്കെ പറയും ഒന്നുമല്ല. ഇടയ്ക്കൊരു പാട്ട് കേട്ടല്ലോ, പള്ളിയല്ല പണിയേണ്ടത്. ഞാൻ പറഞ്ഞു, നീ എത്ര പള്ളിക്കൂടം പണിത് പൂട്ടുകല്ലാതെ? എടോ, പള്ളിയുടെ സൈഡിൽ ചാർത്ത് പിടിച്ചു തുടങ്ങിയ സംഗതിയായി ഇതൊക്കെ. ആദ്യത്തെ ക്ലാസ്സൊക്കെ മത്തായിയുടെ സുവിശേഷമാണ് പണ്ട് പഠിച്ചത്, എല്ലാവരും പഠിച്ച് ഈ രാജ്യത്ത്. അതിനാ പള്ളി കൂടോന്ന് പേരുണ്ടായത്. നമ്മൾ ആരംഭിച്ചതിനെ തുടർന്നുകൊണ്ട് പോകായിരുന്നു. മഹാരാജന് സ്വന്തമായി LP സ്കൂളില്ലാത്ത കാലത്തെ, സർക്കാർ സ്കൂളില്ലാത്ത കാലത്തെ കോട്ടയത്ത് സീമസ് കോളേജുണ്ട്. കോളേജ് ഈ സ്റ്റെതസ്കോപ്പും ഈ ദൂരദർശിനിയൊക്കെ കാണാൻ മഹാരാജാവ് വന്നെന്നാണ് അവിടുന്ന്. ഇത് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. മനസ്സിലായില്ലേ? ഈ ചട്ടിടാതെ കരിശ്രീ പഠിച്ച് ഓലയിൽ എഴുതുന്നത് മഹാത്മ്യമാണെന്ന് ഇവിടുത്തുകാരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് 1000 കൊല്ലം കൂടെ മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയതിൻ്റെ പേരാ സായിപ്പ്. ഇവിടെ നിന്നോടെ ഇത്തരത്തിൽ ഈ പരിപാടിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ഗ ഇക്ക എന്നൊക്കെ പഠിക്കുമ്പോഴേക്ക് അതിനും 700 കൊല്ലം മുമ്പേ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങി. അവൻ ഭൂഗർഭതലമൊക്കെ ഉണ്ടാക്കി ട്രെയിൻ വിട്ടു 300 കൊല്ലം കൂടെ മുമ്പ്. അപ്പോഴും കാളവണ്ടി ആയിട്ടില്ല ഇവിടെ. എന്നിട്ട് പറയാം ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട്, ഇന്ത്യ ഭയങ്കര മുഖത്തിലാ. ആയിക്കോട്ടെ, ഇതൊക്കെ നല്ലതാണ്, സമ്മതിച്ചു കൊടുക്കണ്ടോ? വല്ല കാര്യം എനിക്കുണ്ടോ? പോട്ടെ. അത് സായിപ്പിനോട് പക്ഷം ചേർന്നല്ല, കാര്യം പോലെ പറയണം അല്ലേ. അപ്പോഴേ ചെതറിപ്പോയവൻ അടി വാങ്ങി, പീഡ. അവൻ ഇവിടെയൊക്കെ അല്പം സഹായമൊക്കെ നമ്മൾ കൊടുത്തു. പക്ഷെ ഒരിക്കൽ അവൻ ഉണർന്നു. ആ ഉണർവിൻ്റെ ഭാഗമായി അവർ കൂടിയ ജൂതന്മാരുടെ സമ്മേളനം 1-ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചതിൻ്റെ പരിണിതഫലമായിട്ട് രാജ്യത്തിൽ തിരിച്ചു ചെല്ലാൻ പറ്റി. 14 2-ാം ലോകമഹായുദ്ധം തീരുമ്പോൾ അവൻ്റെ രാഷ്ട്രം സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് അവൻ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചപ്പം റഷ്യ പറഞ്ഞ് സമ്മതിക്കുകയില്ല. 16 അറബ് രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കുകയില്ല. വിവേകമതിയായ നമ്മുടെ നെഹ്റു പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു. കാഴ്ചപ്പാടുള്ള ആളാ, ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ച ആളാ അല്ലേ. നമ്മൾ നോക്കണം, ഇന്ത്യയിലുമൊക്കെ നാടിന് മാറ്റം വരുത്തിയ കക്ഷികളൊക്കെ ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. കാരണം അത് സുവിശേഷം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം. അതുകൊണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ പരിഭാഷയ്ക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയ സംഗതിയാന്നേ. അംബേദ്കറൊക്കെ അവിടെയാണ് പഠിച്ചേ, ശശി തരൂരൊക്കെ പഠിച്ച് അവിടെയാണെന്ന്. ഇത്തരം സ്ഥാപനങ്ങളില്ല. ഇനി നോക്ക്, രാഹുൽ ഗാന്ധിയൊക്കെ പഠിച്ച ഇവിടെയാണ്, സെൻറ്റ് സ്റ്റീവൻസ് കോളേജില്ല, വേറൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അങ്ങ് ഡൽഹിയിൽ. ഒക്കെ പോയി കണ്ടിട്ട് ഇതെന്താണെന്നറിഞ്ഞിട്ട് സംസാരിക്കണം ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നവരോട്. ചുമ്മാ ഇന്ത്യക്ക് സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ കക്ഷികളൊക്കെ ലണ്ടനിൽ പോയിരിക്കുക പഠിക്കാൻ. പോട്ടെ, എന്തൊരട്ടത്താപ്പാ അല്ലേ. ഇനി ഞാനതൊന്നും ഒത്തിരി പറയുന്നില്ല, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു നിർത്തുക. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് നമ്മൾ പടപൊരുതി. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും പടപൊരുതി ഈ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത സൂക്ഷിച്ച് ഇവിടെ കഴിയുന്നതെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന എന്തിനാ? ഒരു ശബ്ദം കേൾക്കാൻ. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. സഭ എടുക്കപ്പെടും. എടുക്കപ്പെട്ട സഭയുമായി നമ്മുടെ യേശു കർത്താവ് ഈ ലോകത്തിലേക്കൊരു വരവുണ്ട്. അത് പിന്നീട് അതൊന്ന് പറഞ്ഞ് ടൈമിനുള്ളിൽ നിർത്താം. ഈ തകർന്നു പോയി യെരുശലേമിൻ്റെ ഇന്നത്തെ സ്ഥിതി 12 വാതിലായിരുന്നു പണ്ട്, പിന്നെ അത് 8 വാതിലായി കോട്ടയ്ക്ക് ചുറ്റും. ഈ 8 വാതിലിൽ 7 എണ്ണവും തകർന്നു കിടപ്പുണ്ട്. ഒക്കെ പിന്നെ റീബിൽഡ് ചെയ്തു. പക്ഷെ പലതരം സാമ്രാട്ടുകൾ ഇതിലൂടെ തേരോട്ടം നടത്തിയിട്ടും ഇവർക്ക് പൊളിക്കാനാവാത്തൊരു വാതിലുണ്ടായിരുന്നു. അത് കിഴക്കേ വാതിലാണ്, ഗോൾഡൻ ഗേറ്റ്. ഗോൾഡൻ ഗേറ്റ് എന്നാണ് എൻ്റെ പേര്. 1919
അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഡിസംബർ 7-ാം തീയതി ഇതൊന്ന് പൊളിക്കാൻ പദ്ധതി ഇട്ടുകൊണ്ട് അറബികൾ തയ്യാറായി, നടന്നില്ല. എന്തോ ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു കാരണം വരും. ഒരിക്കൽ അവിടെ ഈ മഴുവൊക്കെ കൊണ്ട് വെട്ടു തുടങ്ങിയപ്പോഴേക്ക്, മഴുവല്ലല്ലേ, പിക്കാക്സ്, മോഹാലസ്യം വന്നിട്ട് ആളുകൾ തിരിച്ചു പോയെന്നാണ്. പണിയാൻ വയ്യ, അങ്ങോട്ട് എടുക്കാൻ വയ്യ. അതിൻ്റെ അടുത്ത് സ്തെഫാനോസ് പ്രസംഗിച്ച സ്ഥലം അവിടെ തന്നെയാണ്. ഇങ്ങനെ മനസ്സിലായപ്പോൾ ജൂതന്മാരിവിടെ അങ്ങ് സീൽ ചെയ്തു. ഒന്നുകൂടെ അതങ്ങ് 2-3 പാളികളൊക്കെ ആക്കി കെട്ടി റെഡിയാക്കി അതുവഴി കാണുക ചെയ്യും. അവിടെ ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഗോൾഡൻ ഗേറ്റ് അവിടെ കിടക്കുക. ഈ ഗോൾഡൻ ഗേറ്റിന് നേരെ അക്കരെയാണ് ഒലിവുമല, യെരുശലേമിന് കിഴക്ക്. ഇത് അടച്ചിട്ടിരിക്കുക. അപ്പോൾ അറബികളും യഹൂദന്മാരും നല്ല സ്നേഹത്തിലായിരുന്നപ്പോൾ അവർ ചോദിച്ചു, ഒരു ഘട്ടത്തിൽ ചോദിച്ചു, ഞങ്ങളെല്ലാ വാതിലും തകർത്തു, ഈ 7 വാതിലും തകർത്തു, ഇത് മാത്രം തുറക്കാൻ പറ്റാത്ത എന്താ? അവർ പറഞ്ഞേ, നിങ്ങൾ പലതും തകർത്തെങ്കിൽ ഇത് പറ്റിയല്ല. ഇതുവഴി ഒരുത്തന് മാത്രമേ അകത്ത് കിടക്കാൻ പറ്റൂ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. ആ പേര് തന്നെ ഉണ്ട് സകലതും അല്ലേ. ആർക്കും തുറക്കാൻ പറ്റില്ല. അടച്ചാൽ നമുക്ക് തിരിച്ചെടുത്താൽ മതി. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടി അവൻ ഓപ്പൺ ചെയ്ത വാതിലുകൾ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. തലമുറയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമുക്ക് ഒന്ന് ചിന്തിച്ചു പോവാം. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഇതാണ് ഒരു തർക്കവും വേണ്ട. പക്ഷേ നമുക്ക് ഇതുകൊണ്ട് ചുരുങ്ങണ്ടെന്നാണ്, നമുക്കിതുകൊണ്ട് ഒതുങ്ങണ്ടെന്നേ. സ്നാനങ്ങൾ കൊണ്ട് നടക്കട്ടെ, ദൈവവേലയ്ക്ക് വീണ്ടും ആളുകൾ ഇറങ്ങി പുറപ്പെടട്ടെ, പുത്തൻ അനുഭവങ്ങളോടെ യുവാക്കൾ ഇറങ്ങിത്തിരിക്കട്ടെ. ദൈവം തുറന്നാൽ ഒരുത്തരും അടയ്ക്കാൻ പറ്റില്ലെന്ന്. ഹല്ലേലൂയ. ഈ കിട്ടിയ അവസ്ഥ കൊണ്ട് തൃപ്തി വേണ്ടെന്നേ. ആത്മീയമായ നമ്മുടെ അസംതൃപ്തി ആ നിലയിൽ പ്രാർത്ഥനയായി മാറട്ടെ. കർത്താവേ, കൂടുതൽ വിശാലത, കൂടുതൽ അനുഗ്രഹം, കൂടുതൽ കൂടുതൽ നിന്റെ വേലയുടെ വ്യാപ്തി. ആമേൻ. അപ്പോൾ ഇത് അടച്ചിട്ട് എന്നാണെന്നറിയണ്ടേ? അതാ രസം. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്തിയേക്കാം. എസെക്കിയേൽ 44:1 മുതൽ വായിച്ചേ. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന് കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ അതിലൂടെ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. മനുഷ്യൻ ബുൾഡോസറൊക്കെ കണ്ടുപിടിച്ചിട്ടും തൊടാനാകാതെ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരു ദിവസം ഒരുവൻ വരും. ഒറ്റക്കല്ല, നമ്മളുണ്ട് കൂടെ. നമ്മൾ കൂടെ ഉള്ളത് കണ്ടിട്ട് പഴയ നിയമഭക്തന് പിടികിട്ടുന്നില്ല, നമ്മളെ പരിചയം വരുന്നില്ല. യഹൂദനെ, പഴയ നിയമഭക്തൻ അജയ യഹൂദൻ, അവിടുത്തുകാരനാണ്. പഴയ നിയമഭക്തന്മാർക്ക് പിടികിട്ടും, അവർ ഇതിൻ്റെ ഭാഗമല്ലേ. അമ്പരന്നുകൊണ്ട് അവൻ ചോദിക്കുക, മരുഭൂമിയിൽ നിന്ന് പ്രിയൻ്റെ മേൽ ചാരി വരുന്ന ഈ പെൺകുട്ടി ആരാന്ന്? അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തിരുസഭയെ അവൻ്റെ വലങ്കരമെൻ്റെ തലയിന്മീതെ ഇരിക്കട്ടെ, അവൻ്റെ ഇടങ്കരമെന്നെ ആശ്ലേഷിക്കട്ടെ. സ്നേഹവായ്പോടതൻ്റെ കാന്തയുമായി അങ്ങകലെ ഒലിവുമലയിൽ പാദമൂന്നി ഒലിവുമല 2ആയി പിളർന്ന് ഒരു താഴ്വര സംജാതമാകുമ്പോൾ ജയാളിയായി ഈ കിദ്രോൻ തോട് കടന്ന് കിഴക്കേ വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ദൈവപുത്രനെ കണ്ട് വാതിലിൻ്റെ വ്യത്യസ്ത പാളികൾ ഓരോന്നോരോന്ന് അവൻ്റെ മുമ്പിൽ തിരമാലകൾ പോലെ തുറന്നു മാറുന്ന കാഴ്ച ആത്മാവിൽ കണ്ടിട്ട് ദാവീദ് കാലങ്ങൾക്കപ്പുറത്തെ സങ്കീർത്തനത്തിൽ പാടി, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ആ സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരനായ കർത്താവ്, രാജാതിരാജാവായി 1000 ആണ്ട് വസിക്കാൻ ഈ ഭൂമിയെ ഉടച്ചു വാർത്ത് നമ്മോടൊപ്പം ഈ ഭൂമിയിൽ 1000 കൊല്ലത്തെ വാസം. സന്തോഷമായോ? അതിനെ ഇങ്ങനെ പറഞ്ഞ്
സത്യത്തിൽ ഈ സഭയോട് പറഞ്ഞൊരു വാഗ്ദത്തം അല്ല 1000 ആണ്ട് വാഴ്ച, നമുക്കുള്ളതും അല്ല, പക്ഷെ നമ്മളുണ്ട്. ഇതെന്തിനാണെന്നറിയണ്ടേ? ആദമേ, നീ പാപം ചെയ്യാതിരുന്നെങ്കിൽ നിൻ്റെ ഒരു ദിവസം ദാണ്ടിങ്ങനെ എന്ന് കാണിച്ചു തരാനാ 1000 ആണ്ട് വാഴ്ച. ഒരു ദിവസം തീർന്നില്ല. നമുക്കൂടെ ഉള്ള കേട്ടോ, ഒരു വിഷമം വന്നുകൊണ്ട് നമുക്കൂടെ ഉള്ള പറയാം. പകല് പറഞ്ഞല്ലോ, ധനാഢ്യനായ സഹസ്രകോടീശ്വരനായ ഒരു രാജകുമാരൻ, സുന്ദരൻ, സുമുഖൻ, സർവശക്തൻ, ചെറ്റക്കുടിലെ നിർധനയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. സ്നേഹം കൊണ്ടല്ലേ, എല്ലാം അറിഞ്ഞ് നമുക്കൊരു ജീവിതം തന്ന. ഇതൊക്കെ ആണെങ്കിലും ഈ ധനവാൻ, ഈ രാജകുമാരൻ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മിനിമം മര്യാദ കാണിക്കണം. ഈ പെൺകുട്ടിയുടെ ചെറിയ കുടിലിൽ ഒരു ദിവസമെങ്കിലും അവളുടെ കൂടെ പാർക്കണം. അങ്ങനെ കാന്തനും കാന്തയും ഒരു ദിവസം തന്നോടുകൂടെ പാർക്കാൻ ഒരുക്കിയ അവസരത്തിൻ്റെ പേരാ സഹസ്രാബ്ദം. 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ പറഞ്ഞ എതിർ ക്രിസ്തു എന്നവനില്ലേ, അവനെ പിടിച്ച്, അവൻ്റെ കൂടുള്ള കള്ളപ്രവാചകനെ പിടിച്ച് ഗന്ധക തീപ്പൊയ്കയിൽ തള്ളും. 1000 ആണ്ട് കഴിഞ്ഞിട്ട് ദുഷ്ടനെ അഴിച്ചുവിടും. അവനെ പൂട്ടിയിട്ടേക്കായിരുന്നു. ഒടുക്ക അവനെയും പിടിച്ച് ഈ ലേക്ക് ഓഫ് ഫയറിലേക്ക് തള്ളും. അന്നാണ് യെശയ്യാ പറഞ്ഞ പ്രവചനം 100% പൂർത്തീകരിക്കുന്നത്. അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണ. എങ്ങനെ പണ്ട് പ്രാഗികമാണ് നിറവേറിയെങ്കിൽ പൂർണ്ണ നിറവേറലിന് കാത്തിരിക്കുക വചനം. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ ഞങ്ങൾക്ക് തുല്യനായോ? ഞങ്ങൾ ആരാന്നറിയോ? മുമ്പേ പോയി ഓപ്പൺ ചെയ്തവന്മാർ ചോദിക്കുക, നീ എങ്കിലും രക്ഷപ്പെട്ടെന്ന് ഓർത്തെ. ഇപ്പം നീ ഞങ്ങൾക്ക് തുല്യനായി. അങ്ങനെ സാധാന്യ പ്രവൃത്തി ബന്ധാവുകൾക്ക് അവസാനം. പിന്നൊരു പുതിയ ആകാശം, പുതിയ ഭൂമി. മരിച്ചവർ ആബാലവൃത്തം വരുന്ന ന്യായവിധി തൊട്ടു മുമ്പിൽ തൻ്റെ കാന്തയ്ക്കൊരുക്കിയ പുതിയ യെരൂശലേം എന്ന മനോഹര നഗരം. ആ മനോഹര നഗരത്തിൻ്റെ പ്രത്യേകത 14.5 മൈൽ നീളം, 14.5 മൈൽ വീതിയിൽ ഇറാഖ് പട്ടണത്തിൽ കണ്ട ബാബിലോണിൻ്റെ രൂപരേഖ കണ്ട് കണ്ണു തള്ളിയ മനുഷ്യരെ, പൊതുജനങ്ങളെ, സമൂഹമേ കാണണം. 1400 നാഴിക നീളം, വീതി, ഉയരമുള്ള ഒരു സമചതുര പട്ടണം. ഒരു നാഴിക ഗ്രീസിലെ ഒരു ഓട്ടക്കാരൻ മാരത്തോൺ ഓടി പൂർത്തീകരിക്കുന്ന അളവിൻ്റെ പേരാ ഓട്ടം. അപ്പോൾ അത്ര ഇൻറ്റു 1200 നാഴിക, 400 അല്ല, 1200 നാഴിക നീളം, ഉയരം ഒക്കെ ഉള്ളൊരു മനോഹര മന്ദിരം നമുക്ക് ദൈവം ഒരുക്കുന്നു. ആ വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നതിനോട് ജയിക്കണം. കാരണം ഇതൊക്കെ സ്ഥാപിച്ചെടുത്ത് എങ്ങനെയാണെന്നറിയണ്ടേ? നമ്മൾ ഇതിനു മുമ്പ് ഈ പുസ്തകം പറഞ്ഞ ഒരു കാര്യവും വരവണ്ണം തെറ്റിപ്പോയിട്ടില്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ നിത്യതയെക്കുറിച്ചുള്ള ഈ വചനത്തിനും തെറ്റുവരാനിടയില്ല. പ്രസംഗിച്ച എൻ്റെ വാക്കിൽ തെറ്റുവരാം, എൻ്റെ വിശദീകരണത്തിൽ കുറവ് വരാം. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ആത്യന്തികതയുടെ മാറ്റും പവിത്രതയും ഒരിക്കലും നഷ്ടമാകാതെ ഒരു നിത്യത ഭക്തന് ദൈവം വച്ചിരിക്കുന്ന ദാനം. ആ നിത്യത കരഗതമാക്കാൻ നമുക്കിന്ന് രാത്രി സമർപ്പിതരാകണം. ആകാംക്ഷഭരിതരായി ആ നിത്യതയെ ധ്യാനിച്ച് മുമ്പോട്ട് പോകാനും ഒക്കെയുള്ള കൃപ തമ്പുരാൻ നമുക്ക് തരേണ്ടതിന് ഒരുങ്ങാം.